Hi students, good evening to all. ഇപ്പോൾ നമ്മുടെ Jee Express നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നമ്മുടെ ഫിസിക്സിൽ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ +1 ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമെങ്കിൽ കൂടി നമുക്കറിയാം ഇത് ആക്ച്വലി 3 ചാപ്റ്ററാണ് നമുക്കറിയാം. ഒന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ശരിയല്ലേ? അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സിലാണ് നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സ്, തെർമോമെട്രി, നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ കോൺസെപ്റ്റുകൾ, തെർമോമെട്രിയുടെ കോൺസെപ്റ്റുകൾ, അതായത് ടെമ്പറേച്ചർ റിലേഷൻസ്, തെർമോമെട്രിക് റിലേഷൻസ്, പിന്നെ കലോറിമെട്രി, മിക്സിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്, പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ, കൺവെക്ഷൻസ്, റേഡിയേഷന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. പിന്നീട് നമ്മൾ തെർമോഡൈനാമിക്സ്, അതായത് പ്രോസസ്സുകളെക്കുറിച്ച്, ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക് കോൺസെപ്റ്റുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ 3 ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദ ഫസ്റ്റ് വൺ, യെസ്, n mole of a perfect gas undergoes a cyclic process A, B, C, A. അപ്പോൾ സൈക്ലിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷോൺ ദ ഫിഗർ തന്നിട്ടുണ്ട് പ്രോസസ്സിൻ്റെ. കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ്. ഇപ്പോൾ ഗ്രാഫിൽ A to B, B to C ആൻഡ് C to A 3 പ്രോസസ്സുകൾ അവർ തന്നിട്ടുണ്ട്. ആ 3 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നും ആ ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ AB ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സ് ബിയിലേക്ക് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. വോളിയം കൂടുന്നു, എക്സ്പാൻഷൻ, പ്രഷർ കുറയുന്നു, ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ പറയുന്നത് ടെമ്പറേച്ചർ T ആണെന്ന് പറയുമ്പോൾ എയിലുള്ള ടെമ്പറേച്ചർ T ആണ് എങ്കിൽ ബിയിലെത്തുമ്പോൾ ടെമ്പറേച്ചറും T ആവും. അതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കോൺസെപ്റ്റ്. വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുന്ന കാര്യം എന്താണോ നമ്മളവിടെ എഴുതിയിടുന്നു, അത്രേ ഉള്ളൂ. ഡബിൾഡ് ഫ്രം V1 to V2, അതായത് ഇവിടുത്തെ വോളിയം V1 ഡബിൾ ആവുകയാണ്, 2V1 പോകുന്നു എന്നാണ് കോൺസെപ്റ്റ് പറഞ്ഞേക്കുന്നത്. ഈസ് ഈക്വൽ ടു 2V1. ആൻഡ് പ്രഷർ ചേഞ്ചസ് ഫ്രം P1 to P2. പ്രഷർ ഡിക്രീസസ് ആണ് P1 മുതൽ P2 വരെ. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് BC, അത് ഐസോബാറിക് ആണ്. കാരണം പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് ഓൾറെഡി നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ആൻഡ് ഐസോബാറിക് കംപ്രഷനാണ്, വോളിയം കുറയുവാണ്. പ്രഷർ P2 ആണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ P2 ആണ്. ഇനീഷ്യൽ വോളിയം V1, അതായത് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത അതേ ചേഞ്ച് ഇൻ വോളിയം, അതേ 2V1 തിരിച്ച് ഇനീഷ്യൽ വോളിയത്തിലേക്ക് ഐസോബാറിക്കലി കംപ്രസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ C2A ഐസോകോറിക്, വോളിയം കോൺസ്റ്റൻ്റ് ആണ് C2A. ആൻഡ് ചേഞ്ച് ലീഡിങ് ടു ദ ചേഞ്ച് ഇൻ പ്രഷർ ഫ്രം P2 to P1, ഇനീഷ്യൽ പ്രഷറിലേക്ക് പിന്നീട് ഐസോകോറിക്കലി എന്ത് ചെയ്യുവാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഇനീഷ്യൽ പോയിന്റിലേക്ക് എത്തിക്കുവാണെന്നാണ്. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് പ്രകാരം ചിന്തിച്ചേ, ഇത് ഐസോബാറിക് ആണ്. ഇപ്പോൾ ബിയിലുള്ള പ്രഷറും സിയിലുള്ള പ്രഷറും സെയിം അല്ലേ? ഇപ്പോൾ പ്രഷർ ഇവിടെ സെയിം ആയി, B to C. വോളിയം പകുതിയാക്കുവാണ്. ബിയിലുള്ള വോളിയത്തിൻ്റെ പകുതി വോളിയമാണ് സിയിലെങ്കിൽ സിയിലെത്തുമ്പോൾ ടെമ്പറേച്ചർ PV = nRT ആണ്. PV = nRT എന്നുള്ള കോൺസെപ്റ്റിൽ P കോൺസ്റ്റൻ്റ് ആയി, ടെമ്പറേച്ചറും വോളിയം കമ്പയർ ചെയ്യുമ്പോൾ വോളിയം പകുതിയാക്കുമ്പോൾ ടെമ്പറേച്ചർ പകുതിയാകുകയല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും T/2. ഇനി ഒരു കാര്യം നോക്കിക്കേ, സിന്ന് എയിലേക്ക് ഐസോകോറിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് അല്ലേ, C2A, V സെയിം ആണ്. ദെൻ ടെമ്പറേച്ചർ നോക്കിയേ, സിന്ന് എയിലേക്ക് ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുവാണ്. ഇത് T/2, ഇത് T. ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുവാണ്, അപ്പോൾ പ്രഷർ ഡബിളായി പോകും, പ്രഷർ ഡബിൾ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P2 ആണെങ്കിൽ P1 വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു 2P2 ആണ്. ഇവിടുത്തെ പ്രഷറിൻ്റെ ഡബിൾ ആയിരിക്കും P1 പ്രഷർ വരിക, കാരണം ടെമ്പറേച്ചർ ഡബിൾ ആകുന്നു, വോളിയം കോൺസ്റ്റൻ്റ്, പ്രഷറും ഡബിൾ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ ആ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ അതുകൊണ്ടാണ് ആ ഗ്രാഫിനെ ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ പഠിപ്പിച്ചത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ കംപ്ലീറ്റ് സൈക്കിളാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അവസാനത്തേക്ക് മാറ്റി വെച്ചത്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ 3 പ്രോസസ്സായി, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസോബാറിക് കംപ്രഷൻ ആൻഡ് ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡൺ ചോദിക്കുമ്പോൾ നമ്മൾ ജനറലി പഠിക്കുന്ന പ്രോസസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഐസോതെർമൽ ഉണ്ട്, അഡിയബാറ്റിക് ഉണ്ട്, ഐസോബാറിക് ഉണ്ട്, ആൻഡ് ഐസോകോറിക് ഉണ്ട്. ഈ 4 പ്രോസസ്സിൻ്റെയും വർക്ക് ഡൺ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഐസോതെർമൽ പ്രോസസ്സാണ് ഇവർ പറയുന്ന A to B. അപ്പോൾ വർക്ക് ഡൺ ഫ്രം A to B ഐസോ
തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എക്സ്പ്രഷൻ എൻ ആർ ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ആൻഡ് ലോഗ് ഫൈനൽ വോളിയം എന്ന് പറയുമ്പോൾ ബിയിലുള്ള വോളിയം ബൈ എയിലുള്ള വോളിയമാണ്, ഇനീഷ്യൽ വോളിയം വരും. ഇതാണ് വർക്ക് ഡൺ ബൈ എൻ ഐസോതെർമൽ പ്രോസസ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എൻ ആർ ടി ലോഗ് വി ബി എന്ന് പറയുന്നത് 2V1 ആണ്, വി എ എന്ന് പറയുന്നത് V1 ആണ്, ഇപ്പോൾ ലോഗ് 2 വരും. ഇതാണ് വർക്ക് ഡൺ ബൈ ദി ഐസോതെർമൽ പ്രോസസ്. 2 B/C ഐസോബാറിക് ആണ്, പ്രഷറാണ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം വർക്ക് ഡൺ ഫ്രം B/C ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ അത് P ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, P ഡെൽറ്റ വി, കാരണം പ്രഷർ കോൺസ്റ്റൻറ്റ്. കാരണം എന്താണെന്നറിയോ, ഒരു തെർമോഡൈനമിക് പ്രോസസ്സിൽ വർക്ക് ഡണ്ണിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ PD V ആണ്. അപ്പോൾ അത് ഐസോബാറിക് പ്രോസസ്സ് ആകുമ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലേക്ക് വരത്തില്ലേ, ബാക്കി ഇൻ്റഗ്രൽ DV വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ DV ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വോളിയം എന്നാണ്. ഇതാണ് വർക്ക് ഡൺ ബൈ ദി ഐസോബാറിക് പ്രോസസ്സ്. ഏത് പ്രോസസ്സിൻ്റെ കേസിൽ ഇതാണ് കോൺസെപ്റ്റ്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് P ഡെൽറ്റ വി എന്നുള്ള എക്സ്പ്രഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബി എന്ന് സിയിലേക്ക് ഐസോബാറിക് ആയതുകൊണ്ട് അവിടുത്തെ വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു P ഡെൽറ്റ വി. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു P ഡെൽറ്റ വി, PV ഈക്വൽ ടു NRT, P ഡെൽറ്റ വി ഈക്വൽ ടു NR ഡെൽറ്റ T എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു NR ഇൻറ്റു ബി എന്ന് സിയിലേക്ക് പോകുമ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ T/2 ആൻഡ് ഇനീഷ്യൽ T. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു T/2 മൈനസ് T, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് NR/T/2 എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അതാണ് വർക്ക് ഡൺ ഐസോബാറിക്. ഇനി അടുത്ത പ്രോസസ്സ് സി എന്ന് എയിലേക്കല്ലേ. വർക്ക് ഡൺ ഫ്രം C to A എന്ന് പറയുന്നത് ആരാണ്, ഐസോകോറിക് ആണ്. വോളിയത്തിന് ചേഞ്ച് ഇല്ല. വോളിയത്തിന് ചേഞ്ച് ഇല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ പ്രകാരം ദർ ഇസ് നോട്ട് ചേഞ്ച് ഇൻ വോളിയം, ദോർ വർക്ക് ഡൺ ബൈ എൻ ഐസോകോറിക് പ്രോസസ്സ് 0. അപ്പോൾ ഈ വർക്ക് ഡൺ ആരായി, 0 ആയി. അപ്പം ഞാൻ ഈ 3 പ്രോസസ്സിൻ്റെയും വർക്ക് ഡൺ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 3 വർക്ക് ഡൺ കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ആൻഡ് ഐസോബാറിക് ആൻഡ് ഐസോകോറിക്. നെറ്റ് വർക്ക് ഡൺ അല്ലേ ക്വസ്റ്റ്യൻ. നെറ്റ് വർക്ക് ഡൺ കാണാൻ നമുക്ക് ഈ 3 വർക്ക് ഡൺ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 വർക്ക് ഡൺ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ നെറ്റ് വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു, ഇയാൾ 0 ആയിപ്പോയില്ലേ, ബാക്കി 2 ആഡ് ചെയ്താൽ പോരെ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു NRT log 2 മൈനസ് ദെൻ NR/T/2 വരും. NR/T/2 വരും. ദാറ്റ്സ് ഈക്വൽ ടു NRT കോമൺ അല്ലേ, ഷുഡ് ബി ഈക്വൽ ടു log 2 മൈനസ് NR കോമൺ ആയി, ബാക്കി T/2 എന്ന് വരത്തില്ലേ. സോറി, T കൂടി വെളിയിൽ കോമൺ ആയിട്ട് വന്നു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/2 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ NRT ഇൻറ്റു log 2 മൈനസ് ഹാഫ് എന്നുള്ള ആൻസറിലേക്ക് വരികയല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കിയേ, നമുക്ക് 4th ഓപ്ഷൻ കിട്ടും. ദാറ്റ് ഈസ് NRT ഇൻറ്റു log 2 മൈനസ് 1/2 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ കോൺസെപ്റ്റ് വരും. അപ്പം ഞാൻ ഈ പറയുന്ന കേസിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ PV ഗ്രാഫാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ PV ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ പ്രോസസ്സുകളാണോ നമ്മൾ ആ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആ ഓരോ പ്രോസസ്സുകളും ചെക്ക് ചെയ്യുക. ഓരോ പ്രോസസ്സുകളിലും ഏത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കുക, അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് കാണുക, ഓരോന്നിനെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ഏതൊരു PV ഗ്രാഫ് വരുമ്പോഴും അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കേണ്ട രീതി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലായോ? നെക്സ്റ്റ് വൺ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, സെക്കൻഡ് വൺ. ഈച്ച് സൈഡ് ഓഫ് എ ബോക്സ് മെയ്ഡ് ഓഫ് മെറ്റൽ ഷീറ്റ് ഈസ് ക്യൂബിക് ഷേപ്പ് ആണ്. അത് ആദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ക്യൂബിക് ഷേപ്പ് ഈസ് എ. ഇപ്പോൾ ഒരാളുടെ സൈഡ് എ ആണ്, ക്യൂബാണ്. അപ്പോൾ തന്നെ ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്ന ഒരു സൈഡിലെ സർഫസ് ഏരിയ A² വരും, ടോട്ടൽ സർഫസ് ഏരിയ 6A² വരും, വോളിയം A³ വരും. നമുക്ക് ക്യൂബിക്കൽ ഷേപ്പിൽ അറിയാവുന്ന കോൺസെപ്റ്റുകൾ അപ്പോൾ തന്നെ മനസ്സിലേക്ക് വരിക. ആൻഡ് റൂം ടെമ്പറേച്ചർ ഈസ് T ആണ്. ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ദ മെറ്റൽ ഷീറ്റ് ഈസ് ആൽഫയാണ്. ലീനിയർ എക്സ്പാൻഷണൽ കോഎഫിഷ്യന്റ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്നാ, ലീനിയർ എക്സ്പാൻഷണൽ കോഎഫിഷ്യന്റ് ആൽഫ, ഏരിയൽ എക്സ്പാൻഷണൽ കോഎഫിഷ്യന്റ് ബീറ്റ ആൻഡ് വോളിയം എക്സ്പാൻഷണൽ കോഎഫിഷ്യന്റ് ഗാമ. ആൽഫ, ബീറ്റ, ഗാമ ഈ മൂന്നിൻ്റെ റിലേഷൻസ് നമുക്കറിയാം, ശരിയല്ലേ? ദാറ്റ് ഈസ് ബീറ്റയുടെ വാല്യൂ 2 ആൽഫയാണ് ആൻഡ് ഗാമയുടെ വാല്യൂ 3 ആൽഫയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് ഓർത്ത് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ ബീറ്റയുടെ വാല്യൂ 2 ആൽഫയാകുന്നത് ഐസോട്രോപിക് സോളിഡ്സിലാണ്. കാരണം ഏരിയൽ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ 2 ഡയമെൻഷന് ചേഞ്ച് വരും, ലെങ്ത്തും ബ്രെഡ്ത്തും. ഒരു മെറ്റീരിയൽസിന് 2 ഡയമെൻഷൻസിലും ഒരേ പ്രോപ്പർട്ടി, ഒരേ ചേഞ്ചാണ് കാണിക്കുന്നതെങ്കിലാണ് ഐസോട്രോപിക് സോളിഡ്സ്.
ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയാണ് രണ്ട് ഡയമെൻഷൻസിന് കാണിക്കുന്നതെങ്കിൽ അവിടെ ബീറ്റയുടെ വാല്യൂ 2 ആൽഫ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഒരു ഡയറക്ഷനിലേക്കുള്ള ചേഞ്ചിൻ്റെ ആൽഫ പ്ലസ് മറ്റൊരു ഡയറക്ഷനിലേക്കുള്ള ചേഞ്ചിൻ്റെ ആൽഫ എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഐസോട്രോപിക് സോളിഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരിക. ബീറ്റ 2 ആൽഫ ആൻഡ് ഗാമ 3 ആൽഫ. അപ്പോൾ ആൽഫ എന്ന് കേൾക്കുമ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. The metal sheet is heated uniformly by a small temperature delta T. Change in temperature delta T ആണ്. So that is new temperature is T plus delta Ti. Calculate the increase in volume of the metal box ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ചേഞ്ച് ഇൻ വോളിയം ആണ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ഗാമ വി ഡെൽറ്റ ടി ആണ്. Change in volume is equal to gamma V. What is gamma? Coefficient of volume expansion, cubical expansion ആണ്. V original volume ആണ്. Delta T change in temperature ആണ്. ഇതാണ് change in volume while the temperature is changing കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ലീനിയർ എക്സ്പാൻഷൻസിൻ്റെ കേസിൽ ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ എൽ ആൽഫ ഡെൽറ്റ ടി അല്ലേ, എൽ ഒറിജിനൽ ലെങ്ത്, ആൽഫ ലീനിയർ എക്സ്പാൻഷണൽ കോയിഫിഷ്യൻ്റ്, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് ഓൾസോ ചേഞ്ച് ഇൻ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയൽ എക്സ്പാൻഷൻ കാണാൻ എ ഇൻറ്റു ബീറ്റ ഡെൽറ്റ ടി അല്ലേ, വെർ ബീറ്റ ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഇത് രണ്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് എക്സ്പ്രഷൻസ്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ ചേഞ്ച്, ഏരിയയുടെ ചേഞ്ച്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് ചേഞ്ച് ഇൻ വോളിയത്തിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ എക്സ്പാൻഷൻ്റെ കോൺസെപ്റ്റിൽ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ലെങ്ത്തിൻ്റെയും ഏരിയയുടെയും വോളിയത്തിൻ്റെയും ചേഞ്ച്. പക്ഷേ ഇവിടെ മെറ്റലാണ് അല്ലേ, മെറ്റൽ ഷീറ്റാണ്. അതുകൊണ്ട് ഇവിടെ സോളിഡ് എക്സ്പാൻഷൻ കൂടിയാണ്. അതായത് നമുക്കറിയാം സോളിഡ് എക്സ്പാൻഷൻ ഉണ്ട്, ലിക്വിഡ് എക്സ്പാൻഷൻ ഉണ്ട്, ഗ്യാസ് എക്സ്പാൻഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഈ ലീനിയർ എക്സ്പാൻഷനും ഏരിയൽ എക്സ്പാൻഷനും പോസിബിൾ ആകുമ്പോൾ അത് സോളിഡാണ്. സോളിഡിന് 3 എക്സ്പാൻഷൻസും പോസിബിൾ ആണ്. പക്ഷേ ഫ്ലൂയിഡ്സ് എടുത്താൽ ലിക്വിഡോ ഗ്യാസോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ രണ്ടെണ്ണത്തിന് വോളിയം എക്സ്പാൻഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വോളിയം എക്സ്പാൻഷൻ്റെ ഇക്വേഷൻസ് മാത്രമേ ലിക്വിഡിൽ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഗ്യാസിൽ ആവശ്യമുള്ളൂ. അപ്പോൾ സോളിഡ്സിൽ നമുക്ക് 3 എക്സ്പാൻഷൻ്റെ ഇക്വേഷൻസ് ആവശ്യമുണ്ടാകും. അപ്പോൾ അതും അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നമുക്കിനി വാല്യൂസ് കൊടുത്ത് നോക്കുകയും ഇപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? പക്ഷേ ക്വസ്റ്റ്യൻ നമുക്ക് ഗാമ തന്നിട്ടില്ല. നമുക്ക് ഗാമയ്ക്ക് പകരം ലീനിയർ എക്സ്പാൻഷണൽ കോയിഫിഷ്യൻ്റ് ആണ് തന്നേക്കണേ. അപ്പോൾ ഗാമയ്ക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ഗാമയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ആൽഫ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഗാമ ഇൻ ടേംസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 3 ആൽഫ അല്ലേ. അപ്പോൾ ഗാമയ്ക്ക് 3 ആൽഫയായി, 3 ആൽഫ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഇനീഷ്യൽ വോളിയം വേണം. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇനീഷ്യൽ വോളിയത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യത്തെ സൈഡ് ഓഫ് ദ ക്യൂബ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സൈഡ് ആണെങ്കിൽ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബല്ലേ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഡയറക്റ്റ്ലി അവർ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് ചേഞ്ച് ഇൻ വോളിയത്തെ 3 ആൽഫ എ ക്യൂബ് ഡെൽറ്റ ടി എന്ന് കിട്ടി. 3 ആൽഫ എ ക്യൂബ് ഡെൽറ്റ ടി ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 വരും, ശരിയല്ലേ? അപ്പോൾ സെക്കൻഡ് 1ൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് ലീനിയർ എക്സ്പാൻഷൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ്, ആ ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചേക്കണം. റെഡിയാണോ? നെക്സ്റ്റ് വൺ. യെസ്, ഓൺ ദ ബേസിസ് ഓഫ് കൈനറ്റിക് തിയറി, കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി കൈനറ്റിക് എനർജി. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണല്ലേ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ദ ഗ്യാസ് എക്സേർട്സ് ദ പ്രഷർ ബിക്കോസ് ഇസ് മോളിക്യൂൾസ്. ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള റീസൺ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ ഗ്യാസ് നമ്മുടെ ഒരു കണ്ടെയ്നറിൽ കൺസിഡർ ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ്. ഈ കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ കൺസെപ്റ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ കൈനറ്റിക് തിയറി പഠിക്കുമ്പോൾ ഒരുപാട് തിയററ്റിക്കൽ അസംഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലൊരു അസംഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിന് വളരെ ചെറിയ സൈസായിട്ട് അസ്യൂം ചെയ്യുവാണ്, പോയിൻ്റ് ഒബ്ജക്റ്റായിട്ട് അസ്യൂം ചെയ്യുവാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എല്ലാ ഗ്യാസ് മോളിക്യൂൾസും വി ഹാവ് ടു ബി കൺസിഡർഡ് ആസ് ദി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണ്. ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുന്നത്. അത് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുമ്പോഴും ആ ഗ്യാസ് മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിൻ്റെ വോളിൽ കൊളൈഡ് ചെയ്യുമ്പോഴും ഓൾ ദ കൊളീഷൻസ് വി ഹാവ് ടു ബി അസ്യൂം ദാറ്റ് ഇലാസ്റ്റിക്. നമ്മളെല്ലാ കൊളീഷൻസും ഇലാസ്റ്റിക് കൊളീഷൻസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. എന്താ ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത? ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ആൻഡ് ഓൾസോ
കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ സെയിം ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് നമ്മൾ മെയിനായിട്ട് അസ്യൂം ചെയ്യുന്ന അസംഷൻസ് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണ്. ആൻഡ് മാത്രമല്ല ഓൾ ദ കൊളീഷൻ ആർ അസ്യൂംഡ് ടു ബി ഇലാസ്റ്റിക് ആണ്. നമ്മളത് മാത്രം അറിഞ്ഞാൽ മതി. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് പ്രസൻ്റ് ആയിരിക്കുമല്ലോ. ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഇതിനകത്ത് പ്രസൻ്റ് ആണെങ്കിൽ ഓൾ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ മൂവ്സ് ഇൻ എ റാൻഡം മോഷൻ ആണ്. ഡസ് നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ഡയറക്ഷൻസ് ആണ്. അപ്പോൾ ഇയാളുടെ റാൻഡം മോഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. പക്ഷേ ഞാൻ എല്ലാ ഗ്യാസ് മോളിക്യൂൾസിന് പകരം ഒരൊറ്റൊരു ഗ്യാസ് മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ ഒരു ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യും, പോയിട്ട് ഈ വോളിൽ, ഞാനിവിടെ ഒരു വോള് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു വോള് കൺസിഡർ ചെയ്താൽ ഒരു ഗ്യാസ് മോളിക്യൂൾ പോയിട്ട് ആ വോളിൽ കൊളൈഡ് ചെയ്തിട്ട് കൊളീഷൻ ഇലാസ്റ്റിക് ആണ്, അയാൾ തിരിച്ചു വരുമ്പോൾ ഈ ഡിറക്ഷൻസിലേക്കുള്ള കമ്പോണൻ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം ഇതലോങ് ദി എക്സ് ആക്സിസും ഇതലോങ് ദി വൈ ആക്സിസും ഇതലോങ് ദി ഇസഡ് ആക്സിസും ഞാൻ കൺസിഡർ ചെയ്താൽ ഇയാളുടെ വെലോസിറ്റിക്ക് എക്സ് ആക്സിന് അലോങ് ആയിട്ട് ചേഞ്ച് വരും. അപ്പോൾ അതൊക്കെയാണ് കോൺസെപ്റ്റ്. അപ്പോൾ മൊമെൻ്റ് കൺസേർവ്ഡ് ആയതുകൊണ്ട് ഇയാൾ പോയി തിരിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഇയാൾ പോകുമ്പോൾ ഇയാളുടെ വെലോസിറ്റി വി എക്സ് വി വൈ വി ഇസഡ് ആണെങ്കിൽ കൊളീഷൻ തിരിച്ചു വരുമ്പോൾ അത് മൈനസ് വി എക്സ് വി വൈ വി ഇസഡ് ആവും. അതായത് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് കൺസിഡർ ചെയ്താൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇയാൾ അതിലേക്ക് പോയി ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് ബൈ ടൈം മൊമെൻ്റ് എക്സേർട്ട് ചെയ്യും. മൊമെൻറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു ആര് വരുമെന്ന് ചോദിച്ചാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് എം വി എക്സ് മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എം വി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 2m വി എക്സ് എന്നുള്ള മൊമെൻറ്റം എക്സേർട്ട് ചെയ്യും. മൊമെൻറ്റം എക്സേർട്ട് ചെയ്യും അല്ലേ, ദാറ്റ് ഇസ് ഇറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ അല്ലേ പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പം ഒരു ഗ്യാസ് മോളിക്യൂൾ പോയിട്ട് വോളിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ അത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇത്ര ഉള്ള കാര്യം. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഫോഴ്സ് എക്സേർട്ട് റീസൺ എന്ന് പറയുന്നത് ഇയാൾക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉള്ളതുകൊണ്ടാണ്. കൊളീഷൻ ഇലാസ്റ്റിക് ആണ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പം മൊമെൻറ്റത്തിൻ്റെ കോൺസെപ്റ്റിലാണ് ഒരു ഗ്യാസ് മോളിക്യൂൾ വോൾസിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് മനസ്സിലാവും. പിന്നെ ഓപ്ഷൻസ് നോക്കിയാൽ കണ്ടിന്യൂസ്ലി ലോസ് ദെയർ എനർജി ടിൽ ഇസ് റീച്ചസ് ദ വോൾ ഇല്ല. ഇതെല്ലാം ഇലാസ്റ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരിക്കലും എനർജി ലോസ് ഇല്ല. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. അതല്ല ആൻസർ. ആർ അട്രാക്റ്റഡ് ബൈ ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. വോള് മോളിക്യൂളിനെ പിടിച്ച് അട്രാക്ട് ചെയ്ത് പിടിച്ച് വലിക്കുക അല്ല അവിടെ. കാരണം അയാളുടെ റാൻഡം മോഷൻ മൂലം അയാൾ എന്ത് ചെയ്യുവാണ്, പോയി ഇടിക്കുവാണ്. ആൻഡ് കണ്ടിന്യൂസ്ലി സ്റ്റിക്ക് ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. പോയി ഇടിച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുമോ ഇല്ല. അങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് ആയിരിക്കണ്ടേ. ഓൾ ദ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക് ആണ്. ആൻഡ് സഫർ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം വെൻ ഇംപിഞ്ച് ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അയാൾ പോയി ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ചേഞ്ച് ഇൻ മൊമെൻറ്റം ക്രിയേറ്റഡ് ആകും. ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാരണമാണ് അവിടെ പ്രഷർ ഉണ്ടാകുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ആൻസർ. ആൻഡ് വൺസ് അഗെയിൻ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ മനസ്സിലാക്കി വെച്ചേക്കണം. 1/3 റോ ഇൻറ്റു VRMS സ്ക്വയർ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അതൊന്ന് ഞാൻ എക്സ്ട്രാ പറഞ്ഞെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഓൾസോ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ ഷേപ്പിനൊന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ഇത്രേ ഉള്ളൂ. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ. യെസ്, ദ ഫോർത്ത് വൺ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റൂട്ട് മീൻസ് സ്പീഡ്. റൂട്ട് മീൻസ് സ്ക്വയർ സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് 21 degrees Celsius ആൻഡ് 1 atmospheric pressure ഈസ് 200 m/s ആണ്. ഇത് നമ്മൾ കൈനറ്റിക് തിയറിയിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. The root mean square speed of the molecule of the gas at 127 degrees Celsius and 2 atmospheric pressure is x/√3 ആണ്. The value of x will be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. അപ്പോൾ RMS സ്പീഡ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ RMS VRMS അത് മനസ്സിലാക്കണം. റൂട്ട് ഓഫ് 3RT/m ആണ്. ഇത് നമ്മുടെ ആവശ്യമുള്ള എക്സ്പ്രഷനാണ് അല്ലേ. RMS വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എക്സ്പ്രഷൻ റൂട്ട് ഓഫ് 3RT/m ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട രണ്ട് എക്സ്പ്രഷൻസ് വേറെയുണ്ട്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. ഒന്ന് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ്. പിന്നൊന്ന് മോസ്റ്റ് പ്രൊബബിൾ സ്പീഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി VRMS പഠിക്കുന്ന കൂട്ടത്തിൽ ആവറേജ് സ്പീഡും ആൻഡ് മോസ്റ്റ് പ്രൊബബിൾ സ്പീഡും നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അതിൽ
വി ആവറേജ് സ്പീഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8RT/πm ആണ്. ആൻഡ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ 2RT/mu ആണ്. അപ്പോൾ അത് രണ്ടൊന്ന് എക്സ്ട്രാ ഈ കൂട്ടത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുക, മനസ്സിലായല്ലോ, അതൊന്ന് ഓർത്തിരിക്കുക. പക്ഷെ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VRMS റൂട്ട് ഓഫ് 3RT/m. ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നറിയോ, രണ്ട് കേസിലും ടെമ്പറേച്ചർ മാറുന്നുണ്ട്, പ്രഷർ മാറുന്നുണ്ട്, പക്ഷേ ഗ്യാസ് മാറുന്നില്ല, സെയിം ഗ്യാസാണ്. അതുകൊണ്ട് എന്തായാലും M കോൺസ്റ്റൻ്റ് ആയി, 3 കോൺസ്റ്റൻ്റ് ആയി, R കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ എന്തായാലും VRMS ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T ആണെന്ന് മനസ്സിലായി. അപ്പോൾ RMS വെലോസിറ്റി റൂട്ട് Tക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായി. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കേസിലുള്ള RMS സ്പീഡ് അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ VRMS 2 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ കേസിലുള്ള RMS വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് T2 ഡിവൈഡഡ് ബൈ T1 എന്ന് വരും. ശരിയാണോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് T2/T1. അത് രണ്ടാമത്തെ കേസിലുള്ള ടെമ്പറേച്ചർ 127 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 400 വരും, ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ കേസിൽ ടെമ്പറേച്ചർ 27 അല്ലേ, അത് 300 വരും. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 2/√3 എന്ന് വരും. 2/√3, റൂട്ട് 4/√3, 2/√3. അതായത് സെക്കൻഡ് കേസിൽ RMS 2 എന്ന് പറയുന്നത് 2/√3 ടൈംസ് ഒന്നാമത്തെ കേസിലുള്ള RMS വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ 200 ആണ്, ഇൻറ്റു 200 ദാറ്റ്സ് ഈക്വൽ ടു 400/√3 ആണോ. ഇവിടെ x/√3 എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 400 ആണ്. ദാറ്റ്സ് ഇറ്റ്. എക്സിൻ്റെ വാല്യൂ 400 എന്ന് വരും. ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉള്ളത് ഈ പ്രഷറിൻ്റെ കോൺസെപ്റ്റ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും രണ്ട് കേസിൽ രണ്ട് പ്രഷർ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പറയും, ആ രണ്ട് പ്രഷർ ആയതുകൊണ്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. ഒരു പ്രശ്നവുമില്ല. കാരണം RMS വെലോസിറ്റി റൂട്ട് ഓഫ് 3RT/m ഫോർ ഗിവൺ ഗ്യാസ് VRMS ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് T. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ച് വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ, അതായത് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ 400 എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, ഫിഫ്ത്ത് വൺ. Given below are the two statements ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഇസ് ലാബിൾഡ് ആസ് അസേർഷൻ A and other is labeled as reason. അപ്പോൾ assertion reason type ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. Assertion നോക്കിയേ, when a rod lying freely is heated, no thermal stress is developed in it. When a rod lying freely is heated, there is no thermal stress is developed on it. അപ്പോൾ അവർ പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റോഡ് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യുവാണ്. ആ റോഡ് വെറുതെ വെച്ചിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യുവാണ്. വെറുതെ വെച്ച് ഹീറ്റ് ചെയ്യുമ്പം അത് ഫ്രീ എക്സ്പാൻഷനാണ്. ഓർത്തോളണം, ഫ്രീ എക്സ്പാൻഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഫ്രീലി ഒരു റോഡ് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ സ്ട്രെസ് ഇല്ല, സ്ട്രെയിൻ ഇല്ല. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ദർ ഈസ് നോ സ്ട്രെസ് ആൻഡ് നോ സ്ട്രെയിൻ ആണ്. ഇപ്പോൾ റോഡ് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെസ്സോ സ്ട്രെയിനോ ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എപ്പോഴാണ് ഒരു റോഡിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യുക, തെർമൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റിൽ ആൻസറായി. പിന്നെ ബോഡി ലൈങ് ഫ്രീലി ആൻഡ് തെർമൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുവാണ്, എപ്പോഴാണ് അവിടെ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ റോഡിന് തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ റോഡിനെ രണ്ട് ഫിക്സ്ഡ് എൻഡിൽ അല്ലേ, രണ്ട് റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ റോഡിനെ നമ്മൾ രണ്ട് റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇയാളെ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഇതിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഒരു റോഡിനെ രണ്ട് റിജിഡ് സപ്പോർട്ടിനിടയിൽ ഫിക്സ് ചെയ്തിട്ട് ഇയാൾ ഹീറ്റ് ചെയ്താൽ ഇയാൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ സമയത്ത് വോൾ എന്ത് ചെയ്യും? ഇയാളെ സമ്മതിക്കുകയില്ല, ഇയാളെ പിടിച്ചകത്തേക്ക് തള്ളും. അപ്പോൾ ഇയാളെ ഹീറ്റ് ചെയ്യുമ്പോൾ, രണ്ട് വോളിനിടയിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ കംപ്രസീവ് സ്ട്രെസ്സാണ്, കാരണം വോൾ അകത്തേക്ക് തള്ളുവാണ്. അതേ രണ്ട് റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിട്ട് ഇയാളെ ഞാൻ കൂൾ ചെയ്താൽ, തണുപ്പിച്ചാൽ ഇയാളെ ചുരുങ്ങാൻ ശ്രമിക്കുകയല്ലേ. കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വോൾ പിടിച്ച് വലിക്കും, ടെൻസൈൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും.
അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് വൈൽ ഹീറ്റിംഗ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ് വൈൽ കൂളിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇയാൾ ഹീറ്റിംഗ് മൂലം ചേഞ്ച് ലെങ്ത് കൂട്ടാൻ ശ്രമിക്കും, പക്ഷെ കംപ്രഷൻ അതിനെ സമ്മതിക്കുകയില്ല. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു ഹീറ്റിംഗ് ഷുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു കംപ്രഷൻ ആവും. ഹീറ്റിംഗ് മൂലമുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ആൽഫ എൽ ഡെൽറ്റ ടി ആണ്. കംപ്രഷൻ മൂലം എഫ് എൽ ബൈ എ വൈ ആണ്. സ്ട്രെസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ എല്ല് വെട്ടിപ്പോവുകയല്ലേ, അപ്പോൾ സ്ട്രെസ്സ് കാണാൻ എഫ് ബൈ എ അതാണ് സ്ട്രെസ്സ്, അത് വൈ ആൽഫ ഡെൽറ്റ ടി ചെയ്താൽ മതി. ഇതാണ് തെർമൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ, അതും കൂടി പറഞ്ഞു. ഇപ്പോൾ എഫ് ബൈ എ ഇസ് ഈക്വൽ ടു വൈ ആൽഫ ഡെൽറ്റ ടി തെർമൽ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷനായി. ഞാനത് പറഞ്ഞതുകൊണ്ട് തെർമൽ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, അത് റോഡിനിടയിൽ ഫിക്സ്ഡ് ആണെങ്കിൽ ആ എക്സ്പ്രഷൻ എന്താണെന്നും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സ്പ്രഷൻ അങ്ങനെ വരും. മനസ്സിലായോ? അത് ഓൾറെഡി ഫുള്ളി, അതായത് രണ്ട് വോളിൻ്റെ അക്രോസ് ഓൾറെഡി ഫുള്ളി ഫിക്സ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു തെർമൽ സ്ട്രെസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ തെർമൽ സ്ട്രെസ് ഇല്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി റീസൺ നോക്കാം. ഓൺ ഹീറ്റിംഗ് ദ ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് ഇൻക്രീസ്. അത് ശരിയല്ലേ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും റോഡിൻ്റെ ലെങ്ത് കൂടും, അത് ശരിയാണ്. പക്ഷെ ഒന്നാമത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമല്ലല്ലോ, രണ്ടും ശരിയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം യെസ്, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയേണ്ടി വരും അല്ലേ, 1 വരും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധാരണ അസേഷൻ റീസണിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഈ ഓപ്ഷൻസ് വരുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സാധാരണ കേസുകളിൽ 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നായിരിക്കും. 2 സാധാരണ വരുന്നത് 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നായിരിക്കും. ഇവിടെ നോക്കിക്കേ, നമ്മൾ ചുമ്മാ വായിച്ച് നോക്കി ഉടനെ 2 മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാറ്റി മാറ്റി ഓപ്ഷൻ കൊടുത്തേക്കണേ. അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ശരിയാണ്, എന്നാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ള ഫസ്റ്റ് ആൻസർ 1 വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6. അഗെയിൻ നമുക്ക് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്, നോക്കാം. ഡയറ്റോമിക് ഗ്യാസ്. അപ്പോൾ ഏത് ഗ്യാസ് ആണെന്ന് ആദ്യമേ മനസ്സിലായി. ഡയറ്റോമിക് ഗ്യാസ്. അപ്പോൾ അതിന് സി പി, അതിൻ്റെ സി വി നമുക്ക് തന്നിട്ടുണ്ട്. സി പി 7R/2, സി വി 5R/2 ആണ്. ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്യുവാണ്. ദ റേഷ്യോ ഓഫ് ഡി യു, ഡി ക്യു, ഡി ഡബ്ല്യു കണ്ടുപിടിക്കണം. ഡി ക്യുവിൻ്റെയും ഡി യുടെയും ഡി ഡബ്ല്യുവിൻ്റെയും റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. മനസ്സിലായല്ലോ? നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നോക്കാം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്, നമുക്ക് ഈ ഡി ക്യു, ഡി യു, ഡി ഡബ്ല്യു അതിൻ്റെ 3 എക്സ്പ്രഷൻസ് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾക്ക് ഡി ക്യു കാണാൻ ജനറലൈസ്ഡ് ഇക്വേഷൻ ഫോർ എനി പ്രോസസ്, ഞാൻ എനി പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏത് പ്രോസസ്സ് എടുത്താലും ഡി ക്യുവിൻ്റെ എക്സ്പ്രഷൻ എൻ സി ഡി ടി ആണ്. ഫോർ എനി പ്രോസസ് ഡി ക്യു ഇസ് ഈക്വൽ ടു എൻ സി ഡി ടി. ഏത് പ്രോസസ്സിനും ഇതെടുക്കാം. പക്ഷേ ഏത് പ്രോസസ്സിന് എടുക്കുമ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്, ഡി ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർ ദാറ്റ് പ്രോസസ്സ്. ആ പ്രോസസ്സിന് സി ആണ്. ഇത് പല പ്രോസസ്സിനും പല വാല്യൂസാണ് വരും സി. അതുകൊണ്ട് തന്നെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ ഡി ക്യു കാണാൻ എൻ സി ഡെൽറ്റ ടി യൂസ് ചെയ്യുമ്പോൾ സിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം, പക്ഷെ അത് പ്രോസസ്സിനനുസരിച്ച് ചേഞ്ച്ഡ് ആവും. അപ്പോൾ സിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്, ഓർത്തോണം. പക്ഷെ ഇവിടെ പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ, അത് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് ഡി ക്യു എൻ സി ഡി ടി. ഓക്കെ, നെക്സ്റ്റ് ഡി യു. ഡി യു കാണാനുള്ള എക്സ്പ്രഷൻ എൻ സി വി ഡി ടി ആണ്. അപ്ലിക്കബിൾ ഫോർ ഓൾ പ്രോസസ്. ഏത് പ്രോസസ്സിനും ഡി യു ചോദിച്ചാൽ നിങ്ങൾ എൻ സി വി ഡി ടി ചെയ്യണം. അത് ഇന്ന പ്രോസസ്സാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യം ഇല്ല. ഏത് പ്രോസസ്സിനും ഇത് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇത് എല്ലാ പ്രോസസ്സിനും അപ്ലിക്കബിൾ അല്ല. കാരണം പ്രോസസ്സ് മാറുമ്പോൾ സിയുടെ വാല്യൂ മാറും. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സ് എടുത്താലും ഡി യു ഷുഡ് ബി എൻ സി വി ഡി ടി ആണ്. അത് ഏത് പ്രോസസ്സിനും അപ്ലിക്കബിൾ ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, വർക്ക് ഡൺ വേണം. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡി ഡബ്ല്യു സീക്വൽ ടു പി ഡി വി ആണ്. അത് ഏത് പ്രോസസ്സിനും അപ്ലിക്കബിൾ ആണ്. ഡി ഡബ്ല്യു സീക്വൽ ടു പി ഡി വി. ഡബ്ല്യു കാണാൻ ഇൻ്റഗ്രൽ പി ഡി വി ചെയ്യണം. തൽക്കാലം ഈ എക്സ്പ്രഷൻസ് ആണ് 3 നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടി വരിക. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏത് പ്രോസസ്സാണ്? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ ഇതാളെ മാറ്റി എഴുതിയാൽ ഡി ക്യു എൻ സി പി ഡി ടി ആവും. കാരണം പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പം മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ സി പി വരും.
അപ്പോഴും ഏത് പ്രോസസ്സാണെങ്കിലും ഡി യു ആര് തന്നെ എൻ സി വി ഡി ടി തന്നെയാണ്. പക്ഷേ ഐസോബാറിക് ആണെങ്കിൽ ഡി ഡബ്ല്യു പി ഡി വി വരും. ദാസ് ഈക്വൽ ടു എൻ ആർ ഡി ടി വരും. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് പി വി സി ഈക്വൽ എൻ ആർ ടി ആണ്. അപ്പോൾ പി ഡി വി എന്ന് പറയുന്നത് എൻ ആർ ഡി ടി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. റെഡി? ഇനി നോക്കിക്കേ ആ ഇക്വേഷൻസ് നമുക്ക് റേഷ്യോ വേണ്ട. ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ ഡി യു ഇസ് ഫൈൻ ഈസ് ടു ഡി ക്യു ഈസ് ടു ഡി ഡബ്ല്യു എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ എന്നും ഡി ടിയും കോമൺ ആണ്. അപ്പം അത് സി പി ഈസ് ടു സി വി ഈസ് ടു ആർ എന്ന് വരത്തില്ലേ? സി പി ഈസ് ടു സി വി ഈസ് ടു ആർ വരും. ഓൾറെഡി സി പി സി വി വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 7r/2 5r/2. ശരിയല്ല? സോറി, ഇക്വേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡി യു ആണ്. അപ്പോൾ ഇത് സി വി ദെൻ സി പി ഇൻറ്റു ആർ വരും. ദാറ്റ്സ് ഇറ്റ്. കാരണം ആദ്യം ഡി യു ആണ്. അപ്പോൾ ഡി യു എൻ സി വി സി പി ഇൻറ്റു ആർ. അപ്പോൾ സി വി എന്ന് പറയുന്നത് 5r/2. അപ്പോൾ 5/2 ഈസ് ടു സി പി 7/2 ഈസ് ടു 1 വരും. കാരണം ആറെല്ലാം വെട്ടിപ്പോവും. ശരിയാണോ? അപ്പം 5:7:2 അല്ലേ? യെസ്, 5:7:2 ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 വരും. ശരിയല്ലേ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസറായിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 7th ക്വസ്റ്റ്യൻ. യെസ്, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടക്ഷൻ. ശരിയല്ലേ? The temperature theta at the junction of two insulating sheets having thermal resistance R1 and R2 ആണ്, as well as top and bottom temperature θ1 and θ2 ആണ്. തീറ്റ കണ്ടുപിടിക്കണം. ഈ ഇടയിലുള്ള ടെമ്പറേച്ചർ താഴെ θ1 മുകളിൽ θ2 റെസിസ്റ്റൻസ് R1 R2 തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഹീറ്റ് കണ്ടക്ഷൻ്റെ കേസിൽ, സോളിഡിലൂടെയുള്ള ഹീറ്റ് കണ്ടക്ഷൻ്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഇക്വേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്ന്, ഒരു റോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ചെയ്യുവാണ്. അപ്പോൾ റോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ ഇറ്റ് ഈസ്, ആ റോഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരെൻ്റെ ഹോട്ട് ടെമ്പറേച്ചർ ടി എച്ചും ഒരെൻ്റെ കോൾഡ് ടി സിയും ആണ് ടെമ്പറേച്ചർ. ഇയാളുടെ ലെങ്ത് എൽ, ഏരിയ ക്രോസ് സെക്ഷൻ എ, കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി കെ ആണെന്ന് വിചാരിക്കുക. ഇയാളുടെ തെർമൽ റെസിസ്റ്റൻസ് ആർ ടി ആണെന്ന് വിചാരിക്കുക. തെർമൽ റെസിസ്റ്റൻസ് ആർ ടി ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ദ ഹീറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ എവറി ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് കണ്ടക്ടർ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ അയാളെ എച്ച് എന്ന് വിളിച്ചു. അപ്പോൾ അയാൾ ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും ഹീറ്റ് കറണ്ട് കോൺസ്റ്റൻ്റ് ആയി. മാത്രമല്ല ഈ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ടി. അപ്പോൾ അയാളുടെ തെർമൽ റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് L/K ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. തെർമൽ റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ L/K എന്ന് വരും. നമുക്കറിയാമായിരിക്കും. ജസ്റ്റ് ഒന്ന് ഈ ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റഡി സ്റ്റേറ്റിൽ ആ കണ്ടക്ടറിൽ കൂടിയുള്ള ഹീറ്റ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ മനസ്സിൽ വെക്കണം. H is equal to ഒന്നുകിൽ K ഇൻറ്റു ഏരിയ ഇൻറ്റു TH മൈനസ് TC, ഹയർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ചെയ്താൽ മതി. ദാറ്റ് ഇസ് KA TH മൈനസ് TC ബൈ L ചെയ്താൽ ഹീറ്റ് കറണ്ട് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഈ KA/A താഴേക്ക് എടുത്താൽ L/K RT ആവത്തില്ലേ? അപ്പോൾ അത് TH മൈനസ് TC ഡിവൈഡഡ് ബൈ അയാളുടെ തെർമൽ റെസിസ്റ്റൻസ് ചെയ്താലും മതി. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിൽ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് കറണ്ട് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻസ്. ഓക്കെ, ഇതാണ് ഹീറ്റ് കറണ്ട് കാണാനുള്ള എക്സ്പ്രഷൻ. ഇത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇപ്പം RT തെർമൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ അത് കെൽവിൻ പെർ ഹീറ്റ് കറണ്ട് വാട്ടാവും. കെൽവിൻ പെർ വാട്ട് വരും. ഹീറ്റ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്, കലറി പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ടാണ്. മനസ്സിലായോ? കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. കെൽവിൻ റേസ് ടു 4 വരും. വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം കെയുടെ യൂണിറ്റ് ചോദിക്കുമ്പോൾ കെ ഷുഡ് ബി ഈക്വൽ ടു ഇവിടെ ആരാവുമെന്ന് നോക്കിക്കേ. H ഡിവൈഡഡ് ബൈ ദെൻ A ഇൻറ്റു ഡെൽറ്റ ടി ബൈ L വരും. അപ്പോൾ ഇവിടെ വാട്ടാണ് എച്ചിൻ്റെ യൂണിറ്റ്. ഇവിടെ മീറ്റർ സ്ക്വയർ മീറ്റർ ക്യാൻസൽ ആവും. പെർ മീറ്റർ ആൻഡ് ടെമ്പറേച്ചർ കെൽവിൻ. ദാറ്റ്സ് ഇറ്റ്. വാട്ട് പെർ മീറ്റർ കെൽവിൻ വരും. ഒരു എനിക്ക് തോന്നുന്നു ഈ എക്സ്പ്രഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂടി കൂട്ടത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും. വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഈ കണ്ടക്ഷനിൽ നിങ്ങൾ എന്തായാലും ഓർക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ ഇനി വീണ്ടും പറയാൻ വേണ്ടി പോണേ. അതിലൊന്ന്,
ഈ രണ്ട് കണ്ടക്ടറുകൾ, ഇപ്പം ഞാനിവിടെ കണക്ട് ചെയ്ത ഈ ഒരു കണ്ടക്ടറില്ലേ, ലൈക്ക് ദാറ്റ്, രണ്ട് കണ്ടക്ടറുകൾ സീരീസിലി കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ട് കണ്ടക്ടറുകൾ സീരീസിലി ഇങ്ങനെ കണക്ട് ചെയ്യുവാണ്, ലൈക്ക് ദാറ്റ്. മനസ്സിലായോ? രണ്ട് കണ്ടക്ടറുകൾ സീരീസിലി കണക്ട് ചെയ്യുന്നു. ഇതാണ്, ഇങ്ങനെയാണ്. ഈ കണ്ടക്ടറിൻ്റെ ഇവിടെയാണ് ഞാൻ ടി സി കൊടുക്കുന്നത്. ടി സി സീരീസിൽ കണക്ട് ചെയ്യുവാണ്. ഇയാൾ K1, ഇയാൾ മറ്റൊരു കണ്ടക്ടർ K2, ഇയാൾ L1, ഇയാൾ മറ്റൊരു കണ്ടക്ടർ L2, ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ രണ്ടുപേർക്ക് A ആണ്. ഇയാളുടെ തെർമൽ റെസിസ്റ്റൻസ് ഞാൻ R1, ഇയാളുടെ തെർമൽ റെസിസ്റ്റൻസ് R2 എന്ന് വിളിച്ചു. സീരീസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് കണ്ടക്ടറുകൾ സീരീസിൽ കണക്ട് ചെയ്തിട്ട് രണ്ട് എൻഡിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ ഹീറ്റ് കറണ്ട് സെയിം ആയിരിക്കും. ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ പോകുന്ന ഹീറ്റ് കറണ്ട് എത്രയാണോ അതേ ഹീറ്റ് കറണ്ടാണ് രണ്ടാമത്തെ കണ്ടക്ടറിൽ കൂടി പോകുന്നത്. അപ്പോൾ എപ്പോഴും സീരീസിൽ ഓർക്കേണ്ട കാര്യം ഹീറ്റ് കറണ്ട് സെയിം ആണ്. ഹീറ്റ് കറണ്ട് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇതിൽ കൂടി ഹീറ്റ് കറണ്ട് സെയിം ആയിട്ട് വരും. അതിൻ്റെ എക്സ്പ്രഷനാണ് അത് വരുന്നത്. ഇനി അപ്പോൾ ഒന്നാമത്തെ കണ്ടക്ടറിൽ കൂടിയുള്ള ഹീറ്റ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം? K1A ഇൻറ്റു ഇവിടെ ടി എച്ച്, ഇവിടെ ജംഗ്ഷനിൽ ടി ആണെങ്കിൽ TH - T ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത് L1 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ K ഇൻറ്റു അതിൻ്റെ ഏരിയ ഇൻറ്റു T-TC അല്ലേ, ഹയർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ബൈ അതിൻ്റെ ലെങ്ത്ത് ചെയ്താൽ മതി. അതിനെ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ടേം ആണെങ്കിൽ ഡയറക്റ്റ്ലി TH - T ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇങ്ങനെ സീരീസിൽ രണ്ട് കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് കറണ്ട് സെയിം എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ അയാൾ വീണ്ടും സോൾവ് ചെയ്യും മറ്റൊരു വഴിയുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, ഈ രണ്ട് കണ്ടക്ടറിന് പകരം നമ്മൾ ഇയാളെ ഒരൊറ്റൊരു കണ്ടക്ടറായിട്ട് അസ്യൂം ചെയ്തു, ഒരു എഫക്റ്റീവ് കണ്ടക്ടറായിട്ട് അസ്യൂം ചെയ്തു സീരീസിൽ. അപ്പോൾ ഇയാളുടെ ലെങ്ത്ത് L1 + L2 ആവും. ഏരിയ സെയിം ആണ്. കെക്ക് പകരം K എഫക്റ്റീവും ആറിന് പകരം R എഫക്റ്റീവും, ഇത് TH, ഇത് TC, ഇങ്ങനെയും ചെയ്യാം. ഞാൻ അവിടെ ചെയ്തത് തന്നെ രണ്ടെണ്ണം കൂടി ഒരൊറ്റൊരു കണ്ടക്ടറുടെ അസ്യൂം ചെയ്യുമ്പോൾ K എഫക്റ്റീവും R എഫക്റ്റീവായിട്ട് മാറി. അപ്പോഴും ആ ഇഫക്റ്റീവ് കണ്ടക്ടറിൽ കൂടിയുള്ള ഹീറ്റ് കറണ്ടും ഓരോ കണ്ടക്ടറിലൂടെ പോകുന്ന ഹീറ്റ് കറണ്ടും സെയിം ആണ്. അതായത് ഈ H1 H2 ഒരേ ഹീറ്റ് കറണ്ടാണ്, ഇതേ ഹീറ്റ് കറണ്ടാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സീരീസിൽ ഹീറ്റ് കറണ്ട് സെയിം ആയി, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അവിടെ എക്സ്പ്രഷൻ പ്രകാരം H ചോദിച്ചാൽ K എഫക്റ്റീവ് ഇൻറ്റു A ഇൻറ്റു TH - TC ബൈ ടോട്ടൽ ലെങ്ത് L1 + L2 ചെയ്താൽ മതി. അല്ലെങ്കിൽ TH - TC ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇല്ലേ, അത് ചെയ്താലും ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. ഇതേത് രീതികളിൽ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഏത് രീതിയാണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് സീരീസിൻ്റെ പ്രത്യേകത. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, രണ്ട് കണ്ടക്ടേഴ്സ് അല്ലേ. ഇവിടെ ഈ രണ്ട് കണ്ടക്ടേഴ്സ്, ഇത് θ1, θ2, θR1, R2 ഇങ്ങനെ തന്നിട്ടുണ്ട്, ശരിയല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ടെമ്പറേച്ചർ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് θ1, ഇവിടെയാണ് θ2. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റുകൾ നമ്മൾ എടുക്കേണ്ടത്. ഇയാൾ നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. ഇത് രണ്ടാണ് റെഫറൻസ്. അപ്പം അതിനർത്ഥം ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഈ രണ്ട് മെറ്റീരിയൽ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കോമ്പിനേഷനാണ്. ഇപ്പോൾ രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ട് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹീറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫസ്റ്റ് മെറ്റീരിയലും ഹീറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സെക്കൻഡ് മെറ്റീരിയലും സെയിം ആവും. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഇവിടെയാണ് ഒരു ടെമ്പറേച്ചർ ഹയർ, ഇവിടെയാണ് മറ്റൊരു ടെമ്പറേച്ചർ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി ഈ രണ്ടെണ്ണം സീരീസാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇയാളൊന്ന് വെർട്ടിക്കലി ഇങ്ങനെ പ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഹീറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സീരീസാണ് രണ്ട് മെറ്റീരിയലും. അപ്പോൾ ഇതിലൂടെയും ഹീറ്റ് കറണ്ട് സെയിം ആവും. റെസിസ്റ്റൻസ് തന്നതുകൊണ്ട് വീണ്ടും പണി എളുപ്പമായി. കാരണം ഒന്നാമത്തെ ആളിൽ കൂടിയുള്ള ഹീറ്റ് കറണ്ട് കാണാൻ θ1 - θ ബൈ അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് ചെയ്താൽ പോരെ. കാരണം ഹീറ്റ് കറണ്ട് രണ്ട് എക്സ്പ്രഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആളുടേത് അത് θ1 - θ ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് R1 ചെയ്യാം, ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ആളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് θ - θ2 ബൈ അതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് R2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ രണ്ട് ഹീറ്റ് കറണ്ടും സീരീസിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും.
ഇയാളൊന്ന് ക്രോസ് ചെയ്തോൾ R2 theta 1 minus R2 theta is equal to R1 theta minus R1 theta 2 എന്ന് വരും. ഒരേ ടേം ഒരേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ R2 theta 1 plus R1 theta 2 is equal to theta into R1 plus R2 എന്ന് വരും. ശരിയാണോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയുടെ എക്സ്പ്രഷൻ അല്ലേ? അപ്പോൾ തീറ്റയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, R2 theta 1 plus R1 theta 2 divided by R1 plus R2 എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പം ഓർക്കേണ്ട കാര്യം, സീരീസ് ഹീറ്റ് കറണ്ട് സെയിം. ഇപ്പോൾ സീരീസ് രണ്ട് കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്താൽ രണ്ട് കണ്ടക്ടേഴ്സ് കൂടിയുള്ള ഹീറ്റ് കറണ്ടിൻ്റെ എമൗണ്ട് സെയിം ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഹീറ്റ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത്രേ ഉള്ളൂ. Next one. Yes, question number 8. 1 mole of a rigid diatomic gas, N is equal to 1 ആണ്. 1 mole ആണ്. 1 diatomic gas ആണ്. Performs a work of Q by 5 when heat Q is supplied on it എന്നാണ്. വർക്ക് തന്നിട്ടുണ്ട്. അയാൾ performs a work of Q by 5. Q by 5 വർക്ക് ചെയ്യുവാണ്. വെൻ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം സപ്ലൈഡ് ഓൺ ഇറ്റ് ആണ് Q ആണ്. അപ്പോൾ അയാൾ ചെയ്യുന്ന വർക്ക് ഇത് പ്ലസ്, ആൻഡ് അയാളുടെ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈഡ് ആണ്, അതും പ്ലസ് ആണ്. കാരണം ഒരു ഗ്യാസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്യാസ് പെർഫോംസ് എ വർക്ക് എന്നാണ്. അപ്പോൾ ഗ്യാസ് വർക്ക് ചെയ്യുവാണ് എങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യിപ്പിക്കുന്ന വർക്കല്ല, വർക്ക് done by the gas ആണ്. work done by the gas, work done taken as positive, അത് plus Q by 5. when heat Q supplied to the system, നമ്മൾ അങ്ങോട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ പ്ലസ്, തെർമോഡൈനാമിക്സിലെ സൈൻ കൺവെൻഷൻ മറക്കാതിരിക്കുക. in it the molar heat capacity of the gas during this transformation is XR by 8 ആണ്. എങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. ഇപ്പോൾ ഡബ്ല്യു തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട എന്നാ? മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസ് ഡ്യൂറിങ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് വർക്ക് ഡൺ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഹീറ്റ് സപ്ലൈഡ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ എനർജി കണ്ടുപിടിച്ച് നോക്കാം. ഏതാണ് ചേഞ്ച് ഇൻ എനർജിയുടെ എക്സ്പ്രഷൻ നോക്കിയേ. നമുക്കറിയാം ഡെൽറ്റ ക്യൂ is equal to delta U plus delta W അല്ലേ? ദാറ്റ് ഈസ് Q is equal to delta U plus Q by 5 അല്ലേ? അപ്പോൾ ഡെൽറ്റ യു ഷുഡ് ബി ഈക്വൽ ടു Q മൈനസ് Q by 5 is equal to 4Q by 5 എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഡെൽറ്റ യു ആണ്. ഡെൽറ്റ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു 4Q by 5 വരും. ഫോർ എനി പ്രോസസ് നമുക്കതിൽ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. എനി പ്രോസസ് നമുക്കറിയാം ഡെൽറ്റ യുവിൻ്റെ എമൗണ്ട് എന്താണ് എന്ന് നമുക്കറിയാം. ദാറ്റ്സ് നത്തിങ് ബട്ട് ഡെൽറ്റ യു is equal to NCV ഡെൽറ്റ ടി ആണ്. ഏത് പ്രോസസ്സിന് അപ്ലിക്കബിൾ ആണ് അല്ലേ? നമുക്ക് കണ്ടിരിക്കണം എന്നാ ഏത് പ്രോസസ്സാണെന്ന് അറിയില്ല, പക്ഷേ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി ഗ്യാസ് ഡ്യൂറിങ് ദിസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കാണാൻ നമ്മൾ മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ആരാണ്? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് NC ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ക്യൂ NC ഡെൽറ്റ ടി. അതിൽ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സിയുടെ എക്സ്പ്രഷൻ കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ പറ. ഡെൽറ്റ യു എന്ന് പറയുന്നത് NCV ഡെൽറ്റ ടി ആണ്. ഇസ് ഈക്വൽ ടു 4/5 ടൈംസ് ക്യൂ. ക്യൂ ആരാ? NC ഡെൽറ്റ ടി ആണ്. ക്യൂ NC ഡെൽറ്റ ടി, ഡെൽറ്റ യു NCV ഡെൽറ്റ ടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ യുവിന് NCV ഡെൽറ്റ ടിയും ക്യൂവിന് NC ഡെൽറ്റ ടിയും N ഡെൽറ്റ ടി വെട്ടിപ്പോയി. അപ്പോൾ CVയുടെ വാല്യൂ 4/5 ടൈംസ് C എന്ന് വരും. CVയുടെ വാല്യൂ 4/5 ടൈംസ് C എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആര് വേണം? C വേണം. CV നമുക്ക് ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ്ലി വേണമെങ്കിൽ വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറ്റോമിക്കിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കൺസെപ്റ്റ് റിപ്രസെൻറ്റഡ് ബൈ F ആണ്. ദ മാക്സിമം പോസിബിൾ ഇൻഡിപെൻഡൻറ്റ് വേസ് ഓഫ് ഗെയിനിങ് എൻ എനർജി ഓഫ് എം ഗ്യാസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ മോണോറ്റോമിക്കിൻ്റെ കേസിൽ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അല്ലേ. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ 3 ആണ്. ഡയാറ്റോമിക്കിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഹൈ എടുക്കേണ്ട, വളരെ ചെറിയ ടെമ്പറേച്ചർ വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. അതായത് 3 ട്രാൻസ്ലേഷൻ പ്ലസ് 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡയാറ്റോമിക് ഗ്യാസ് 7 വരും. ദാറ്റ് ഈസ് ഒരു വൈബ്രേഷൻ മോഡും കൂടി വരും. ഒരു വൈബ്രേഷൻ മോഡ് എന്ന് പറയുന്നത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 7 വരും. അതുപോലെ പോളിഅറ്റോമിക്കിൻ്റെ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ടേമിൽ നിങ്ങൾ CP റിലേഷൻസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. CV ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. CV ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം FR/2 ആണ്. ഇത് ചോർത്ത് വെക്കുക. CV ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം FR/2 വരും. ആൻഡ് CP ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം F/2 + 1 × R വരും. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നാൽ അതിൽ നിന്ന് CV CPയും കാണാനുള്ള എക്സ്പ്രഷൻസ് ആണ് ഇത് രണ്ടും ഒന്ന് എക്സ്ട്രാ ഓർത്ത് വെച്ചേക്കണം. FR/2 F ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ആൻഡ് F/2 + 1 × R ആണ് CP. ആ എക്സ്പ്രഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. റെഡി ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം അങ്ങനെ നമുക്കിവിടെ ഡയാറ്റോമിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CVക്ക് വാല്യൂ കൊടുത്താൽ പറഞ്ഞോ C ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് 5/4 × CV ആണ്. CV എന്ന് പറയുന്നത് FR/2 ആണ്. C = 5/4 × FR/2 വരും. നമുക്ക് ഡയാറ്റോമിക്കിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ that should be equal to 5/4 × ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഡയാറ്റോമിക് ഗ്യാസ് 5 ആണ്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. ദാറ്റ്സ് ഈക്വൽ ടു 5/2 × ഒരു ആറും കൂടി വരും. ദാറ്റ്സ് ഈക്വൽ ടു 25R/8 അല്ലേ. 25R/8 വരും. അപ്പോൾ സിയുടെ വാല്യൂ വരുന്നത് 25R/8 ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് XR/8 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ 25 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 25 എന്ന് വരും. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. റെഡി ആണോ? യെസ്, ഫൈൻ. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് 25 എന്ന് വരും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. യെസ്, ഫൈൻ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 9. യെസ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മീൻ ഫ്രീ പാത്ത്സ്. വീണ്ടും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. മീൻ ഫ്രീ പാത്ത് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് പ്രഷർ തന്നിട്ടുണ്ട്. അസ്യൂം ദ molecular diameter 0.3 nanometer and the gas is ITL. നമുക്ക് മീൻ ഫ്രീ പാത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണ് അല്ലേ. മീൻ ഫ്രീ പാത്ത്, ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് നിങ്ങൾ ഓർക്കേണ്ട എക്സ്പ്രഷൻസിൽ ഒന്ന് ലാംഡ. മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻ 1/√2 n/d² ആണ്. മീൻ ഫ്രീ പാത്ത് എന്ന് ഇവിടെ കണ്ടാൽ ഓർക്കേണ്ട ആദ്യത്തെ എക്സ്പ്രഷൻ 1/√2 n/d². ഈ ക്വസ്റ്റൻ മാത്രം പഠിച്ചാൽ പോരാ, ക്വാണ്ടിറ്റികൾ ഓർക്കണം. √2 പിന്നെ അറിയാമല്ലോ, കോൺസ്റ്റൻ്റ് ആണ്. n എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, നമ്പർ ഡെൻസിറ്റിയാണ്. നമ്പർ ഓഫ് ഫ്രീ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. എന്നെ മറക്കരുത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ വോളിയമാണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഗ്യാസ് മോളിക്യൂളാണ്. ഡയമീറ്റർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ, അതാണ് ഡി. അപ്പോൾ രണ്ടും മാറിപ്പോവാതിരിക്കുക, d². ഇതാണ് ഒരു എക്സ്പ്രഷൻസ്. പിന്നെ വേറൊരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫോർ എനി ഗ്യാസ് വിച്ച് ഒബേസ് ദ സിമ്പിൾ റിലേഷൻ PV = n/kBT ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ n/v എഴുതുമ്പോൾ അത് നമ്പർ ഓഫ് മോളിക്യൂൾ പെർ വോളിയം ആയില്ലേ, അത് P/kBT വരും. P/kBT വരും. അപ്പോൾ ഈ എക്സ്പ്രഷൻസിന് എന്നിന് പകരം ഞാൻ P/kBT കൊടുത്താൽ മീൻ ഫ്രീ പാത്തിന് മറ്റൊരു എക്സ്പ്രഷൻ വരും. എന്നിന് പകരം P/kBT മുകളിലേക്ക് പോകും. ഇപ്പോൾ KB ബോസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, KB × T/√2 എന്നിന് പകരം P വരും അവിടെ അല്ലേ, P ആൻഡ് πd². ഇപ്പോൾ kBT/√2 P/d². ഇങ്ങനെ റിലേഷൻ കൂടി ആർക്കുണ്ട്? മീൻ ഫ്രീ പാത്തിനുണ്ട്. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഏതാണ് ഗിവൺ ഫാക്ടേഴ്സ് അതനുസരിച്ച് മീൻ ഫ്രീ പാത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് എക്സ്പ്രഷൻസിൽ ഏത് എക്സ്പ്രഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ രണ്ട് എക്സ്പ്രഷൻസ് ഓർത്ത് വെച്ചേക്കണം.
പിന്നെ ഈ മീൻ ഫ്രീ പാത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊളീഷൻ ഫ്രീക്വൻസിയാണ്. കൊളീഷൻ ഫ്രീക്വൻസി അതും കൂടെ ഓർത്തോളണം. ഈ കൊളീഷൻ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ലാംഡ അറിയാം, അത് ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ടു ഗ്യാസ് മോളിക്യൂൾ ബിറ്റ്വീൻ ടു കൊളീഷനാണ്. പിന്നെ റിലാക്സേഷൻ ടൈം, മീൻ ഫ്രീ ടൈം എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലാണ്. അതുകൊണ്ട് കൊളീഷൻ ഫ്രീക്വൻസി നിങ്ങൾക്ക് എവിടെയെങ്കിലും ചോദിച്ചാൽ കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു RMS വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീൻ ഫ്രീ പാത്ത് ചെയ്യണം. RMS വെലോസിറ്റി ബൈ മീൻ ഫ്രീ പാത്ത് ചെയ്യണം. കാരണം ലാംഡ ഡിസ്റ്റൻസ് അല്ലേ, VRMS സ്പീഡ് അല്ലേ. ഇപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് നമുക്ക് ടൈം കിട്ടും, മീൻ ഫ്രീ ടൈം കിട്ടും. പക്ഷേ ഫ്രീക്വൻസി മീൻ ഫ്രീ ടൈമിൻ്റെ ഇൻവേഴ്സ്ഡാണ്. അപ്പോൾ കൊളീഷൻ ഫ്രീക്വൻസി ചോദിച്ചാൽ VRMS ബൈ ലാംഡ ചെയ്യണം. അപ്പോൾ ഇതും കൂടി ഓർത്ത് വെക്കുക. ആൻഡ് ലാംഡയുടെ 2 എക്സ്പ്രഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് എക്സ്പ്രഷൻസ് ആയിട്ട് വരും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുമല്ലോ. ഇനി നമുക്ക് ഇവിടെ ആവശ്യമുള്ള റിലേഷൻസ് നോക്കാം. അതിന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് മീൻ ഫ്രീ പാത്ത് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് ടെമ്പറേച്ചർ 27. ടെമ്പറേച്ചർ ഉണ്ട് 27, കെൽവിനിലേക്ക് മാറ്റുമ്പോൾ അത് 300 കെൽവിൻ വരും. ആൻഡ് പ്രഷർ P തന്നിട്ടുണ്ട്. ആൻഡ് ഡയമീറ്റർ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. KB ബോസ്മാൻ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ KBT/P/d². ഈ എക്സ്പ്രഷനാണ് നമുക്ക് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ലാംഡ ഷുഡ് ബി ഈക്വൽ ടു KBയുടെ വാല്യൂ 1.38 ഇൻറ്റു 10⁻23 -23. ശരിയല്ലേ? -23. ടെമ്പറേച്ചർ ഈസ് 27 degrees Celsius ആണ് ഇൻറ്റു 300 Kelvin ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു പ്രഷർ എസ് 1 ഇൻറ്റു 10⁻5 എടുത്താൽ മതി ഇൻറ്റു പൈ 22/7 ഇൻറ്റു D² എന്ന് പറയുമ്പോൾ 0.3 നാനോമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പോൾ 0.3 ഇൻറ്റു 10⁻³ സ്ക്വയർ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് നത്തിങ് ബട്ട് 102 നാനോമീറ്റർ എന്ന് വരും. സോൾവ് ചെയ്ത് നോക്കുക. ഫോർത്ത് ഓപ്ഷൻ നമ്മൾ ആൻസർ ആയിട്ട് വരും 102. റെഡി? അപ്പോൾ ഇതാണ് മീൻ ഫ്രീ പാത്ത് എന്നുള്ള കൺസെപ്റ്റ് കേൾക്കുമ്പോൾ അത്രയും ഇക്വേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ്സ് ഇറ്റ്. യെസ്, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. എ ബൈമെറ്റാലിക് സ്ട്രിപ്പ് കൺസിസ്റ്റ് ഓഫ് metals A and B. A bimetallic strip. ഇതിൻ്റെ മനസ്സിലേക്ക് വരണം. ഇറ്റ്സ് എ സ്ട്രിപ്പ് മേഡ് അപ്പ് ഓഫ് 2 different മെറ്റീരിയൽ ഹാവിങ് ദ സെയിം ലെങ്ത് ആണ്. ഇവിടെ വരച്ചിട്ടുണ്ട്, എങ്കിലും ഞാനൊന്ന് മാറ്റി വരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരേ ലെങ്ത് ഉള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇത് A എന്ന് വിളിച്ചാൽ ഇത് B ആണ്. മനസ്സിലായോ? ഇയാളുടെ ലെങ്ത്ത് സെയിം, ഇയാളുടെ ലെങ്ത്ത് L എന്ന് വിളിച്ച് ഇയാളുടെ ലെങ്ത്തും L ആണ്. അപ്പോൾ ഒരേ ലെങ്ത്ത് ഉള്ള 2 different മെറ്റീരിയൽ. അപ്പോൾ 2 different മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇയാളുടെ ആൽഫ A എന്നും ഇയാളുടെ ആൽഫ മറ്റൊരു ആൽഫ B എന്നും വിളിക്കാം. ലീനിയർ എക്സ്പാൻഷണൽ കോഎഫിഷ്യന്റ് ഡിഫറൻ്റ് ആണ്. ഇറ്റ് ഈസ് മൗണ്ടഡ് റിജിഡ്ലി ആസ് ഷോൺ. അപ്പോൾ താഴെ ഈ 2 പേരെയും ഒരു റിജിഡ് സപ്പോർട്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ്. ഫൈൻ. ദ മെറ്റൽ A ഹാസ് ഹയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് B. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ A ഗ്രേറ്റർ ദാൻ ആൽഫ B ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. Metal A has higher coefficient of expansion compared to that of B. When the metallic strip is placed in a cold bath, അവിടെ കിടക്കട്ടെ, ഞാൻ ഇയാളെ ഹീറ്റ് ചെയ്യുവാണ്. കോൾഡ് ബാത്തിന് പകരം ഞാൻ തിരിച്ചെടുക്കുവാണ്. ഇയാളെ ഞാൻ ഹീറ്റ് ചെയ്തു, ടെമ്പറേച്ചർ റൈസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനീഷ്യൽ ലെങ്ത് സെയിം ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇയാൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു L ആൽഫ ഡെൽറ്റ T ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ 2 പേർക്കും ഒരേ റൈസ് ഇൻ ടെമ്പറേച്ചർ, ഒരേ ഇനീഷ്യൽ ലെങ്ത് അല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ലീനിയർ എക്സ്പാൻഷണൽ കോഎഫിഷ്യൻ്റ് ആവും. ചേഞ്ച് ഇൻ ലെങ്ത് ലീനിയർ എക്സ്പാൻഷണൽ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം ആൽഫ A ഗ്രേറ്റർ ദാൻ ആൽഫ B ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് A ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് B വരും. ഇതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ പ്രത്യേകത. ആൽഫ കൂടിയ ആൾക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കൂടി. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇത് റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. എക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ലെങ്ത് ബിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ലെങ്ത്തിനേക്കാൾ കൂടണം. അപ്പോൾ ഇവിടുന്ന് എക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ലെങ്ത് ബിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ലെങ്ത്തിനേക്കാൾ കൂടണം. അപ്പോൾ എക്ക് ചേഞ്ച് ലെങ്ത് കൂടണമെങ്കിൽ എ കോൺവെക്സ് സൈഡിൽ വരത്തക്ക രീതിയിൽ അയാൾ ബെൻഡ് ചെയ്യും.
അപ്പോൾ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് അങ്ങോട്ട് വളഞ്ഞു പോയാൽ എക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ലെങ്ത്ത് അകത്തുള്ള ആളുടെ ചേഞ്ച് ലെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് സച്ച് എ വേ ദാറ്റ് ദ ആൽഫ, ഏതിൻ്റെ ആൽഫയാണോ കൂടുതൽ, ദ ആൽഫ ഹൂസ് മെറ്റീരിയൽ ആൽഫ ഈസ് ഗ്രേറ്റർ, ഇറ്റ് ഷുഡ് ബി ഇൻ ദി കോൺവെക്സ് സൈഡ്. അയാൾ കോൺവെക്സ് സൈഡിൽ വരത്തക്ക രീതിയിൽ, ആൽഫ കുറഞ്ഞ ആൾ കോൺകേവ് വരത്തക്ക രീതിയിൽ അയാൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ഐ റിപ്പീറ്റ്, വെൻ ഇറ്റ് ഈസ് ഹീറ്റിംഗ്. അപ്പോൾ കൂൾ ചെയ്താലോ, ഇതേ മെറ്റീരിയലിനെ ഞാൻ കൂൾ ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ അതാ, തണുപ്പിച്ചാൽ, കൂൾ ചെയ്യിപ്പിച്ചാൽ നേരെ തിരിയും. അപ്പോഴും കോൺട്രാക്ട് ചെയ്യുന്ന എമൗണ്ട് കൂടുതൽ ആർക്കായിരിക്കും, ഏക്കായിരിക്കും. ചേഞ്ച് ലെങ്ത് ഏക്കാണ് കൂടുതലെങ്കിൽ അപ്പോൾ ഏക്കാണ് ചേഞ്ച് ലെങ്ത് കൂടുതൽ. പക്ഷേ അത് ഡിക്രീസ് ഇൻ ലെങ്ത് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏക്ക് ഡിക്രീസ് ഇൻ ലെങ്ത് കൂടുമ്പോൾ അയാൾ തിരിച്ച് ബെൻഡാവും. അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏതിൻ്റെ ആൽഫയാണോ കൂടുതൽ അയാൾ കോൺകേവ് സൈഡിൽ വരും. ഹീറ്റ് ചെയ്യുമ്പോൾ ഏതിൻ്റെ ആൽഫയാണോ കൂടുതൽ അത് കോൺവെക്സ് സൈഡിൽ വരും. കൂൾ ചെയ്യുമ്പോൾ ആൽഫ കൂടിയ ആൾ കോൺകേവിൽ വരും. ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൂൾ ചെയ്യുമ്പോൾ ആൽഫ കൂടിയ ആൾ എ അല്ലേ, എ കോൺകേവ് സൈഡിൽ വരണം. ആൽഫ കൂടിയ ആൾ കൂൾ ചെയ്യുമ്പോൾ കോൺകേവ് സൈഡിൽ വരണം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ബെൻഡാവും. ഈ ടൈപ്പ് ഇങ്ങനെ ബെൻഡാവും. ഇങ്ങനെ ബെൻഡാകുന്നു മീൻസ് ഇസ് ബെൻഡ് ടുവാർഡ്സ് ലെഫ്റ്റ് അല്ലേ? യെസ്, ബെൻഡ് ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. അയാൾ ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ബെൻഡ് ചെയ്യും, റൈറ്റിലേക്ക് ബെൻഡ് ചെയ്യുന്നപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ബെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ബെൻഡ് ടുവാർഡ്സ് ലെഫ്റ്റ് എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇനി അവിടുന്ന് ഒരു കോൺസെപ്റ്റും കൂടി ഉള്ളത്, ഇയാൾ റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ? റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തു. എന്നാൽ ആ ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ കോൺസെപ്റ്റിൽ ആൾ റിജിഡ് സപ്പോർട്ടിൽ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അതായത് വെറുതെ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, ഇതാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്, വെറുതെ വെച്ചേക്കുവാണ്. അത് ഫിക്സ്ഡ് ഒന്നല്ല. ഇത് എയും ഇത് ബിയും ആണ്. ഇത് ആൽഫ എയും ഇത് ആൽഫ ബിയും ആണ്. ആൽഫ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ബിയും ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, ആൽഫ കൂടിയ ആൾ കോൺവെക്സ് സൈഡിൽ വരത്തക്ക രീതിയിൽ അയാൾ ബെൻഡ് ചെയ്തു പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ മെറ്റീരിയൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ആൽഫ കൂടിയ ആൾ കോൺവെക്സ് അല്ലേ, ഹീറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇത് എ എന്നുള്ള മെറ്റീരിയലും താഴെ ബി എന്നുള്ള മെറ്റീരിയലും ക്രിയേറ്റഡായി ഇങ്ങനെ ബെൻഡ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ആർക്ക് ഫോർമാറ്റിൽ വന്നില്ലേ. ചിലപ്പോൾ ഇയാൾ ഇവിടെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുമ്പോൾ ഇയാളുടെ റേഡിയസ് സാധാരണ ചോദിച്ചാൽ, ഇതാണ് റേഡിയസ്, ഇയാൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. പക്ഷെ നമ്മൾ ലെങ്ത്തിൻ്റെ കമ്പാരിസൺ എടുക്കുമ്പോൾ ഇയാളുടെ തിക്നെസ് ഞാൻ ഡി എന്ന് വിളിച്ചാൽ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ നെഗ്ലിജിബിൾ ചേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴും ഇയാളുടെ ആഫ്റ്റർ ബെൻഡിങ് ഇയാളുടെ തിക്നെസ് ഡി തന്നെ എടുത്താൽ മതി. അങ്ങനെ വന്നാൽ ദ റേഡിയസ് ഓഫ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഷുഡ് ബി ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ, ഡി മീൻസ് അയാളുടെ തിക്നെസ്, റേഡിയസ് കാണാൻ അയാളുടെ തിക്നെസ് ഡിവൈഡഡ് ബൈ ആൽഫ എ മൈനസ് ആൽഫ ബി ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ മതി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അയാൾ ബെൻഡ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ബെൻഡിങ് ദ റേഡിയസ് ഓഫ് ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഐഡിയ ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരും. അതിന് കൂടെ ആ റേഡിയസിൻ്റെ കോൺസെപ്റ്റ് എക്സ്ട്രാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. കൂൾ ചെയ്യുന്ന സമയത്ത് ആൽഫ കൂടിയ ആൾ കോൺകേവ് സൈഡിൽ വരത്തക്ക രീതിയിൽ അയാൾ ബെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ബെൻഡിങ് ടുവാർഡ്സ് ലെഫ്റ്റിലേക്ക് വരും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 11. A polyatomic ideal gas has 24 vibrational modes ആണ്. വൈബ്രേഷണൽ മോഡ്സ് 25. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഗാമ? ഗാമ അവിടെ കിടന്നോട്ടെ, നമുക്ക് വൈബ്രേഷൻ്റെ പിറകെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹൈ ടെമ്പറേച്ചേഴ്സിൽ വൈബ്രേഷൻ മോഡ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ മോഡ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഒരു വൈബ്രേഷണൽ മോഡിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. മനസ്സിലായോ? കാരണം ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ്, ഒരു കൈനറ്റിക് എനർജി കോൺസെപ്റ്റ് എന്നൊക്കെയാണ്. നമുക്ക് പിന്നീട് ഓർക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു വൈബ്രേഷൻ മോഡ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. അപ്പോൾ മൊത്തം there are 24 vibrational modes are present. Therefore അത് കാരണം തന്നെ
48 ഡിഗ്രി ഓഫ് ഫ്രീഡം വന്നു. ശരിയല്ലേ? 24 വൈബ്രേഷൻ മോഡ് കാരണം 48 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് പ്രസൻ്റായി. ഇനി പോളി അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണ്. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ എന്തായാലും 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും 3 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും പ്രസൻ്റ് അല്ലേ? പോളി അറ്റോമിക്കിന് നോർമൽ ടെമ്പറേച്ചർ വൈബ്രേഷൻ മോഡ് ഇല്ലെങ്കിൽ 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം, 3 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം, അങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. പക്ഷേ 24 വൈബ്രേഷൻ മോഡ്സ് ഉള്ളതുകൊണ്ട് 48 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി വരും. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 48 + 3 + 3 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 54 വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ ആൻഡ് 24 വൈബ്രേഷൻ. അപ്പം 48 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 54 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. എങ്കിൽ ഗാമയാണ് ക്വസ്റ്റ്യൻ. ഗാമ. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗാമ ഈക്വൽ ടു CP/CV. അഡിയബാറ്റിക് കോൺസ്റ്റൻ്റ് ആണ് CP/CV. ശരിയല്ലേ? CPയുടെ എക്സ്പ്രഷൻസിനും CPയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു F/2 + 1 × R ഉം FR/2. R വെട്ടിപ്പോയി. ശരിയല്ലേ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്ത് വരും? സോൾവ് ചെയ്താൽ 1 + 2/F എന്ന് കിട്ടും. ഗാമ. അപ്പോൾ ഗാമ വാസ് ഡിഗ്രി ഓഫ് ഫ്രീഡം റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 1 + 2/F ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയാൽ ഗാമ കാണാനുള്ള ഡയറക്റ്റ് എക്സ്പ്രഷൻ ഇതായി. ഇപ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ ഗാമ ഷുഡ് ബി ഈക്വൽ ടു 1 + 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 54 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 + 1/27. ശരിയല്ലേ? അപ്പോൾ സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഇസ് 1.03. ഫസ്റ്റ് ഓപ്ഷൻ വരും. കാരണം 28/27 അല്ലേ? 1.03 വരും. അപ്പോൾ അതാണ് ഒരു കൺസെപ്റ്റായിട്ട് വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ റിലേഷൻസ് എക്സ്ട്രാ പറഞ്ഞു തരാനാണെങ്കിലുള്ളത്, ഇപ്പോൾ ഗാമയുടെ റിലേഷൻസ് നമുക്ക് കിട്ടി, CP/CV ആണെന്നും കിട്ടി. 2 എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്ന് CP - CV എന്ന് പറയുന്നത് R ആണ്. ഗാമ എന്ന് പറയുന്നത് CP/CV ആണ് അല്ലേ? ഇപ്പോൾ ഒരു എക്സ്ട്രാ എക്സ്പ്രഷൻ ഉള്ളത്, ഞാൻ CPക്ക് ഗാമ CV കൊടുത്താൽ മതി. CPക്ക് ഗാമ CV കൊടുത്താൽ ഗാമ CV - CV = R എന്നും CVയുടെ വാല്യൂ R/ഗാമ - 1 എന്നും വരും. CV ഗാമ റിലേഷൻസ് ഇങ്ങനെ വരിക, R/ഗാമ - 1. അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ കേസിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ NCV∆T എന്ന് ഞാൻ പഠിച്ചില്ലേ? അപ്പം അതിന് പകരം NCVക്ക് പകരം R∆T/ഗാമ - 1 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഇതാണ് ΔU ഇൻ ടേംസ് ഓഫ് ഗാമ വരിക. അപ്പോൾ ഈ എക്സ്പ്രഷൻസൊക്കെ മനസ്സിലാക്കി വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇച്ചിരി എളുപ്പമുണ്ടാവുമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ റിലേഷൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ 11th വണ്ണിൻ്റെ ആൻസർ നമുക്ക് 1.03 എന്നുള്ള എക്സ്പ്രഷൻസിലേക്ക് കിട്ടും. റെഡി? നെക്സ്റ്റ് വൺ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 12. 2 ഐഡിയൽ പോളിഅറ്റോമിക് ഗ്യാസ്. പോളിഅറ്റോമിക് ഗ്യാസ് ആണ് 2. At temperature T1 and T2 are mixed so that there is no loss of energy. There is no loss of energy. Mix ചെയ്യുമ്പോൾ ആ എനർജി ലോസ് ഇല്ല. If F1 and F2 and M1 and M2 and N1 and N2 with the degrees of freedom, masses and number of molecules of the first and second gas respectively, the temperature of mixture of these two gases is അപ്പോൾ നെറ്റ് ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ ഫസ്റ്റ് വൺ പ്ലസ് ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ സെക്കൻഡ് വൺ ആണ്. എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നെറ്റ് ചേഞ്ച് ഇൻ എനർജി കാണാൻ ΔU1 + ΔU2 ചെയ്താൽ മതി, പോരെ? അപ്പോൾ ΔU, ΔU1, ΔU2. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ആർക്ക് ലോസ് ഇല്ല, എനർജിക്ക് ലോസ് ഇല്ലെങ്കിൽ നെറ്റ് ചേഞ്ച് എനർജി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ΔU1 + ΔU2 0 ആയി. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമാണ് ഞാൻ എഴുതുന്നത്. ക്വസ്റ്റ്യൻ പ്രകാരം എനർജിക്ക് ലോസ് ഇല്ല.
ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ ഫസ്റ്റ് വണ്ണും ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ സെക്കൻഡ് വൺ ആഡ് ചെയ്യുമ്പോൾ 0. എനർജിക്ക് നെറ്റ് ലോസ് ഇല്ലാത്തതുകൊണ്ട് ഡെൽറ്റ യു 0 ആയിപ്പോയി. അവിടെ കിടന്നോട്ടെ, ബാക്കി നമുക്ക് പറയാം. ബിഫോർ ദാറ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കണം. അതിന് ഒരൊറ്റ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓർക്കണം. ടോട്ടൽ എനർജി associated with n moles of gas. Total energy associated with n moles of gas കാണാൻ NFRT/2 ചെയ്താൽ മതി. ആ എക്സ്പ്രഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. NFRT/2 total energy associated with n moles of the gas. N a number of moles, F degree of freedom, R universal gas constant, T temperature by 2. ഇതാണ് ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് n moles of the gas കാണാനുള്ള എക്സ്പ്രഷൻസ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ എനർജി അസോസിയേറ്റ് വിത്ത് ചോദിച്ചാൽ ഡെൽറ്റ ടി എടുത്താൽ മതി. ബാക്കി എല്ലാവരും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് തന്നെ പറഞ്ഞേക്കണം. എന്നിൻ്റെയും ആറിൻ്റെയും അല്ലേ, യെസ്, ആൻഡ് മാസിൻ്റെയും ദെൻ ഫൈൻ നമ്പർ ഓഫ് മോൾസിൻ്റെയും ടേമിലാണ് അവർ പറഞ്ഞേക്കണേ. അതിനാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ എനർജിയുടെ കേസിലേക്ക് മാറ്റുമ്പോൾ പറഞ്ഞോ, ഡെൽറ്റ U1 ഷുഡ് ബി ഈക്വൽ ടു എക്സ്പ്രഷൻ പ്രകാരം N1 F1 R ഡെൽറ്റ T by 2. N1 F1 R ഡെൽറ്റ T by 2. ഡെൽറ്റ ടി നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചറാണ്. അപ്പോൾ ഡെൽറ്റ ടി നമുക്ക് വേണമെങ്കിൽ അതിൽ ടെമ്പറേച്ചർ T1 T2 എന്നുള്ള ചേഞ്ചിലേക്ക് പോവാം. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചർ അവർ പറഞ്ഞിട്ടുണ്ട്, യെസ് ഫൈൻ, T1 ആണ്. അപ്പോൾ T1 എന്ന് കുറഞ്ഞിട്ട് T ആവും. കാരണം മിക്സിങ്ങിൻ്റെ കൺസെപ്റ്റും കൂടിയായി. ഇപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സുള്ള രണ്ട് സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ ഇടയിലായിരിക്കും. ഇപ്പോൾ T1 ആണ് ഗ്രേറ്റർ എങ്കിൽ T1-നെക്കാളും മിക്സിംഗ് ടെമ്പറേച്ചർ കുറയും, T2-നെക്കാളും കൂടും. പ്ലസ് സെക്കൻഡ് കേസിൽ N2 F2 R ഇൻറ്റു T മൈനസ് T2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ F2 N2 R ഇൻറ്റു T മൈനസ് T2 അല്ലേ, ഈസ് ഈക്വൽ ടു T2 മൈനസ് T വാട്ടർ മേ ബി. കാരണം ഹയർ മൈനസ് ലോവർ എന്ത് വേണമെങ്കിൽ ഇത് ഷുഡ് ബി ഈക്വൽ ടു 0 വരും. ഒരാൾക്ക് കൂടും മറ്റൊരാൾക്ക് കുറയും. ഓട്ടോമാറ്റിക്കലി അയാൾ നെഗറ്റീവായിട്ട് മാറും. ഇത് സോൾവ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടൂലേ. നമുക്ക് കോമൺ ടെമ്പറേച്ചറാണ് ക്വസ്റ്റ്യനിൽ ചൂസ് ചെയ്യണേ. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N1 F1 R ഇൻറ്റു T1 മൈനസ് T ബൈ 2 ഇസ് ഈക്വൽ ടു, അല്ല അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ N2 F2 R ബൈ 2 ഇൻറ്റു T2 മൈനസ് ടിക്ക് പകരം നെഗറ്റീവ് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ T മൈനസ് T2 എന്ന് എഴുതിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. സോൾവ് ചെയ്ത് T കണ്ടുപിടിച്ചാൽ മതി. T കണ്ടുപിടിച്ച് നമുക്ക് കോമൺ ടെമ്പറേച്ചർ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ N1 F1 T1 പ്ലസ് N2 F2 T2 ബൈ N1 F1 പ്ലസ് N2 F2 എന്നുള്ള എക്സ്പ്രഷനിലേക്ക് പോകും. അപ്പോൾ സോൾവ് ചെയ്ത് T കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ മിക്സ്ചറിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഡെൽറ്റ യു എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം വേണ്ടി ചെയ്യാം. CV ചെയ്യാം, CP ചെയ്യാം. CV മിക്സ്ചർ എത്രയാണ്, CP മിക്സ്ചർ എത്രയാണ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ രണ്ട് ഗ്യാസുകൾ മിക്സ് ചെയ്യുമ്പോൾ CV ഓഫ് ദി മിക്സ്ചർ ഷുഡ് ബി ഈക്വൽ ടു N1 CV1 പ്ലസ് N2 CV2 ബൈ N1 പ്ലസ് N2 ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് ഗ്യാസുകൾ മിക്സ് ചെയ്യുമ്പം ഇതാണ് CV ഓഫ് ദി മിക്സ്ചറിൻ്റെ എക്സ്പ്രഷൻ, അത് ചെയ്യാം. ആൻഡ് ഓൾസോ CP ഓഫ് ദി മിക്സ്ചർ കാണാൻ N1 CP1 പ്ലസ് N2 CP2 ബൈ N1 പ്ലസ് N2 ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് മിക്സ്ചറിൻ്റെ കേസിൽ വരുന്ന എക്സ്പ്രഷൻസ്. അത് ഓർത്ത് വെച്ചേക്കണം. CP മിക്സ് ബൈ CV മിക്സ് ചെയ്താൽ ഗാമ മിക്സ് കിട്ടും. ഗാമ മിക്സ് കിട്ടിയാൽ ഗാമ മിക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 ബൈ F മിക്സ് ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ മിക്സിങ്ങിൻ്റെ കേസ് വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാ റിലേഷൻസിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Yes, the 13. Which one of the correct options for the two different thermodynamic processes? Graphically ആണ്. നമുക്ക് ഏതൊക്കെ ഗ്രാഫാണ് ശരിയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ PV ഗ്രാഫാണ്. P along y axis and V along the x axis. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം അഡിയബാറ്റിക് ഐസോതെർമൽ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഈ PV ഗ്രാഫിൻ്റെ കേസിൽ അത് അഡിയബാറ്റിക് ആണെങ്കിലും ഐസോതെർമൽ ആണെങ്കിലും കർവ് സെയിം ആണ്.
അഡിയബാറ്റിക് കർവ് ഈസ് സെയിം ആസ് ഐസോതെർമൽ കർവാണ്. രണ്ടിൻ്റെ ഷേപ്പ് സെയിം ആണ്. അപ്പോൾ പി വി ഗ്രാഫിൽ ഒറിജിനലായിട്ട് ഗ്രാഫ് വരച്ച് പി വി ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരൊറ്റ പി വി ഗ്രാഫിൽ ഒരു അഡിയബാറ്റിക്കിൻ്റെയും ഐസോതെർമലിൻ്റെയും ഒരേ ഗ്യാസ് ഒരേ ഇനീഷ്യൽ പ്രഷറിൽ നിന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചാൽ ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ഗ്യാസിന് രണ്ട് ഗ്രാഫും വരയ്ക്കുമ്പോൾ രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആണ്, അഡിയബാറ്റിക് ആയാലും ഐസോതെർമൽ ആയാലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല തന്നേക്കണേ. അഡിയബാറ്റിക്കിൻ്റെത് വി കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് ഗ്രാഫ് തന്നേക്കണേ. അപ്പോൾ എന്തായാലും ആ ഗ്രാഫ് തെറ്റാണെന്ന് ആദ്യമേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആക്ച്വൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഐസോതെർമലിൻ്റെയും അഡിയബാറ്റിക്കിൻ്റെയും കർവിൻ്റെ ഷേപ്പ് സെയിം ആണ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഗ്രാഫ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇത് വന്നാൽ തന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടും ഒരേ ഷേപ്പ് ആണെങ്കിൽ ഇതിൽ ആരാണ് ഐസോതെർമൽ ആരാണ് അഡിയബാറ്റിക് എന്നുള്ള കൺഫ്യൂഷൻ കൂടി വരും. അതിന് നമുക്കൊരു കണ്ടീഷനുണ്ട്. അഡിയബാറ്റിക് സ്ലോപ്പ് ഗാമ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ സ്ലോപ്പാണ്. ഇപ്പോൾ സ്ലോപ്പ് കൂടുതൽ അഡിയബാറ്റിക്കിനാണ്, സ്ലോപ്പ് കുറവ് ഐസോതെർമലിനാണ്. ഇപ്പോൾ സ്ലോപ്പ് കൂടിയ ആൾ അഡിയബാറ്റിക് സ്ലോപ്പാണ്, അത് ഗാമ ടൈംസ് ഐസോതെർമലാണ്. സ്ലോപ്പ് കൂടിയ ആൾ താഴത്താളാണ്. അപ്പോൾ താഴെ അഡിയബാറ്റിക്കും മുകളിൽ ഐസോതെർമലും വരും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ ഓർഡറും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഒന്നാമത്തെ ആൾ നമ്മുടെ ആൻസർ അല്ല എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ഗ്രാഫ് പി ടി ഗ്രാഫാണ്, പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ മനസ്സിലായി തെറ്റാണ്. കാരണം ഐസോതെർമലിൻ്റെ ഗ്രാഫ് നോക്കിക്കേ. ഇവിടെ ഐസോതെർമലിൻ്റെ ഗ്രാഫ് അവർ തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ ആക്സിസിന് പാരലായിട്ടാണ്. ഇവിടെ ടെമ്പറേച്ചർ ആക്സിസിന് പാരലായിട്ടൊരു ഗ്രാഫ് വരുമ്പോൾ അതെന്തായാലും ഐസോതെർമലിൻ്റെ ഗ്രാഫ് അല്ല, അവിടെ പ്രഷർ അല്ലേ കോൺസ്റ്റൻ്റ്. അപ്പോൾ അത് വരേണ്ടത് ഐസോബാറിക്കിൻ്റെ ഗ്രാഫാണ്, അതല്ല. അപ്പോൾ എന്തായാലും ഐസോതെർമലിൻ്റെ ഗ്രാഫ് വരേണ്ടിയിരുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പം അത് പി ആക്സിന് പാരലായിട്ടാണ്, അത് തെറ്റാണ്. പിന്നെ ബാക്കി നോക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വി ടി ഗ്രാഫ് നോക്കിക്കേ. വി ടി ഗ്രാഫിൽ ഐസോതെർമൽ ഓക്കെ ഫൈൻ, ശരിയാണ്, ഐസോതെർമൽ ശരിയാണ്. അഡിയബാറ്റിക് ഇങ്ങനെ വരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അഡിയബാറ്റിക് അപ്പോൾ അവിടെ ഒരു അഡിയബാറ്റിക് പ്രോസസ് അവിടെ കിടക്കട്ടെ. ഐസോതെർമൽ ഓക്കെ, ഐസോതെർമൽ ശരിയായി, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അഡിയബാറ്റിക്കിൻ്റെ കോൺസെപ്റ്റ് എന്താ? അഡിയബാറ്റിക്കിൻ്റെ പ്രോസസ്സിൽ അഡിയബാറ്റിക് ഡെൽറ്റ ക്യൂ 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വരും. ഓക്കെ, ഇവിടെ നോക്കിയേ വോളിയം കുറയുമല്ലേ. ഗ്രാഫ് നോക്കിക്കൊള്ളാം. അഡിയബാറ്റിക്കിൻ്റെ വോളിയം കുറയുന്നു. ഷേപ്പ് അവിടെ കിടന്നുണ്ട്. ഷേപ്പ് എന്തായാലും കർവ്ഡ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഗ്രാഫ് പോസിബിൾ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അഡിയബാറ്റിക്കിന് വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ കംപ്രഷനാണ്. വോളിയം കുറയുന്നു ഫ്രം ഹിയർ ടു ഹിയർ. ഞാനിതാണ് റെഫറൻസ് പോയിൻറ്റ്സ് എടുക്കുന്നത്, ഇവിടം മുതൽ ഇവിടം വരെ എടുക്കുന്നത്. വോളിയം കുറയുന്നു, ഇങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് വിചാരിച്ചോ. കംപ്രഷനാണ്. കംപ്രഷൻ്റെ കേസിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആവും. ഓൺ ദ സിസ്റ്റമാണ്. വർക്ക് ഡൺ നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ യു പോസിറ്റീവ് ആവും. ഡെൽറ്റ യു പോസിറ്റീവ് ആകണമെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. കറക്റ്റ് അല്ലേ? വോളിയം കുറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കർവ്ഡ് ഗ്രാഫ് ശരിയാണ്. അപ്പോൾ അഡിയബാറ്റിക് ശരിയാവും. അപ്പോൾ എന്തായാലും പോസിബിൾ ഗ്രാഫായി. നെക്സ്റ്റ് ഫോർത്ത് വൺ ഐസോതെർമൽ ശരിയാണല്ലോ. ഐസോതെർമൽ ശരിയാണ്. ഓക്കെ, ഇനി പി ടി അഡിയബാറ്റിക്കിൻ്റെ പി ടി ഗ്രാഫാണ് നോക്കണേ. പ്രഷർ മാറുന്നു. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യുവാണ്? കുറയുവാണ്. പ്രഷർ ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുവാണ്. എങ്ങനെ ചിന്തിച്ചാൽ മതി? പ്രഷർ ഇൻക്രീസിങ്, ടെമ്പറേച്ചർ ഇൻക്രീസിങ്. പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, ആൻഡ് ആര് കൂടും? വോളിയം കൂടും. ശരിയല്ലേ? അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് രണ്ടും വരും. അതായത് ഗ്രാഫ് നോക്കുമ്പോൾ 3 നമ്മുടെ കറക്റ്റ് വരും, 4 നമ്മുടെ കറക്റ്റ് ആൻസർ വരാം. അപ്പോൾ അഡിയബാറ്റിക്കിൻ്റെ കേസിൽ എക്സ്പാൻഷൻ്റെ ഗ്രാഫാണെന്നും കൂടി ഓർത്ത് വെച്ചേക്കണം. ഇതും അഡിയബാറ്റിക് വോളിയം ഡിക്രീസ് ചെയ്യുന്നു, ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നു. അഡിയബാറ്റിക് കംപ്രഷനാണ്. ഇത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പ്രോസസ്സെങ്കിൽ അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അപ്പോൾ 2 ഗ്രാഫും പോസിബിളാണ്. മനസ്സിലായി? അപ്പോൾ 3ഉം 4ഉം നമ്മുടെ ആൻസർ ആയിട്ട് വരും. അത് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ 3ഉം 4ഉം ആൻസറാണ്. 3ഉം 4ഉം ആൻസറാണ്. നെക്സ്റ്റ് വൺ ഈസ് 14th ക്വസ്റ്റ്യൻ നോക്കുക. 1 mole ഓഫ് എൻ ഐഡിയൽ മോണോറ്റോമിക് ഗ്യാസ്, 1 mole
Pen 1I is taken along the path ABCA as shown in PV diagram. The maximum temperature attained by the gas along the path BC. BC എന്നുള്ള പാത്തിൽ അയാൾ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ഈ പാത്തിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പാത്തിൽ മാക്സിമം ടെമ്പറേച്ചറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ അല്ലേ. ഐഡിയൽ മോണോറ്റോമിക് ഗ്യാസ് ആണ്. ബിക്കോസ് നമുക്കറിയാം N1 ആയതുകൊണ്ട് പി വി സി ഈക്വൾ ടു NRT, N1 ആയതുകൊണ്ട് പി വി സി ഈക്വൾ ടു എനിക്ക് RT എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൽ പി വി ആണ് തന്നേക്കണേ. അപ്പോൾ ഇവിടെ എന്തായാലും പ്രഷർ കുറയുന്നു, വോളിയം കുറയുന്നു, പക്ഷേ ഇവിടെ പ്രഷർ മാക്സിമത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ ആ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും, പിന്നെ റിലീസ് ചെയ്യും. അപ്പോൾ എവിടെയാണ് മാക്സിമം ടെമ്പറേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായാലും ബിയിലോ സീൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. പക്ഷേ ബി സി ഗ്രാഫ് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ശരി, ബി സി ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. y is equal to mx plus c. y is equal to mx plus c. അല്ലെങ്കിൽ ഇയാളെ പിറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിയിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് y ഇൻ്റർസെപ്റ്റ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്തിട്ട് എക്സ്പ്രഷൻ വൈയിൽ പി ആണ്, സ്ലോപ്പ് ഞാൻ കെ എന്ന് വിളിച്ചു, ഇവിടെ വി ആണ്, പ്ലസ് y ഇൻ്റർസെപ്റ്റ് ഞാൻ കെ ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ സ്ലോപ്പ് കെ എന്ന് എടുത്തിട്ടുണ്ട്, y ഇൻ്റർസെപ്റ്റ് ഞാൻ കെ ഡാഷ് എന്ന് എടുത്തിട്ടുണ്ട്. പി y ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിൽ വോളിയമാണ്. ഞാൻ ബിയിലും സിയിലും ആ ഇക്വേഷൻ എഴുതിയാൽ, ബിയിലും സിയിലും ഞാൻ എക്സ്പ്രഷൻ എഴുതിയാൽ, ബിയിൽ എനിക്ക് 3P0 is equal to സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു V0 പ്ലസ് കെ ഡാഷ് എന്ന് എഴുതാം അറ്റ് ബിയിൽ, അറ്റ് ബി. സിമിലർലി അറ്റ് സിയിൽ ഞാൻ എക്സ്പ്രഷൻ എഴുതിയാൽ P0 is equal to K ഇൻറ്റു 2V0 പ്ലസ് കെ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. കാരണം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എനിക്കറിയാം, ഞാൻ ആ സ്ലോപ്പിൻ്റെ ഇക്വേഷനെ 2 പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കിട്ടി. ഇയാണ് എനിക്ക് സോൾവ് ചെയ്താൽ എനിക്ക് കെയുടെയും കെ ഡാഷിൻ്റെയും വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതായത് y ഇൻ്റർസെപ്റ്റും സ്ലോപ്പും നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. എല്ലാം ഡയറക്റ്റ്ലി കണ്ടെത്താനാണെങ്കിൽ അങ്ങനെ കണ്ടെത്തുകയും ചെയ്യാം, നിങ്ങളുടെ ഏതാണോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇയാളെ സോൾവ് ചെയ്തെടുക്കുവാണ്. സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഡയറക്റ്റ്ലി മൈനസ് ചെയ്താൽ കെ ഡാഷ് വെട്ടിപ്പോയി, ശരിയല്ലേ. ബാക്കി 2P0 is equal to മൈനസ്, ശരിയല്ല, മൈനസ് കെ V0 വരും, ശരിയല്ലേ. അപ്പോൾ കെയുടെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് 2P0 ബൈ V0 എന്ന് കിട്ടും. കെയുടെ വാല്യൂ മൈനസ് 2P0 ബൈ V0 എന്ന് വരും. അതുപോലെ ആ കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഡാഷിൻ്റെ വാല്യൂ കിട്ടും. കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ഡാഷിൻ്റെ വാല്യൂ കിട്ടും, അത് 5P0 വരും. ഇപ്പം എനിക്ക് 2 കാര്യങ്ങൾ കിട്ടി, സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫും ആൻഡ് ഓൾസോ y ഇൻ്റർസെപ്റ്റും. ഈ 2 കാര്യങ്ങൾ എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്, ശരിയാണോ. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഞാൻ വാല്യൂസ് പി is equal to കെ വി പ്ലസ് കെ ഡാഷിൽ കൊടുത്താൽ കെയുടെ വാല്യൂ കൊടുക്കണം, കെ ഡാഷിൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻസ് മാറി. പി ഷുഡ് ബി ഈക്വൽ ടു കെയുടെ വാല്യൂ മൈനസ് 2P0V ബൈ V0 പ്ലസ് കെ ഡാഷ് ആണ്, അത് 5P0 എന്ന് വരും. പിന്നെ കെയുടെയും കെ ഡാഷിൻ്റെ വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞ് മീൻസ് ഇതിൽ കെ വി പ്ലസ് കെ ഡാഷിൽ കൊടുത്താൽ എനിക്ക് എക്സ്പ്രഷൻസ് മൈനസ് 2P0V ബൈ V0 പ്ലസ് 5P0 വരും. പി കിട്ടി. ആ പിയുടെ വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് മൈനസ് 2P0V ബൈ V0 പ്ലസ് 5P0 ഇൻറ്റു V ഈക്വൽ ടു RT എന്ന് വരും, ഈക്വൽ ടു RT എന്ന് വരും. അപ്പോൾ ടി ആരാ? ടി. അത് സോൾവ് ചെയ്തിട്ട് എനിക്ക് ടിയുടെ എക്സ്പ്രഷൻ കിട്ടും, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ P0 കോമൺ അല്ലേ, P0 അവിടെ ഒരു R ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തെടുത്തു, ബാക്കി യെസ് ഇവിടെ V മൈനസ് 2V സ്ക്വയർ ബൈ V0 പ്ലസ് 5 ടൈംസ് V എന്ന് വരും, ശരിയാണോ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു P0 ബൈ R ഇൻറ്റു 5V മൈനസ് 2V സ്ക്വയർ ബൈ V0 എന്ന് വരും. എങ്കിൽ ഇതാണ് ടെമ്പറേച്ചർ റിലേഷൻ കിട്ടി. നമുക്ക് ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ്.
ഇപ്പോൾ സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്തു, പി കണ്ടെത്തി, ടെമ്പറേച്ചർ റിലേഷൻസ് കിട്ടി. ഇനി മാക്സിമം ടെമ്പറേച്ചർ ആയതുകൊണ്ടിൻ്റെ പ്രത്യേകത ഇവിടെ ആരാ വേരിയബിള്? വോളിയമാണ്. അപ്പോൾ ഏത് ഇൻസ്റ്റൻറ്റിലാണ് മാക്സിമം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു വോളിയം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫോർ ടെമ്പറേച്ചർ മാക്സിമം അയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വോളിയം ഷുഡ് ബി ഈക്വൽ ടു 0 ആയാൽ മതി. പോരെ? അപ്പോൾ അയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകണം. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു v0 എന്ന് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ കിട്ടും. ഏത് വോളിയത്തിലാണ് മാക്സിമം എന്ന് കിട്ടും. അത് 5v0/4 എന്ന് കിട്ടും. ഇപ്പോൾ വോളിയം 5v0/4 ആകുമ്പോൾ മാക്സിമം ടെമ്പറേച്ചറായി. ആ വോളിയം വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഈ പറയുന്ന ഇക്വേഷൻസിൽ കൊടുത്താൽ എനിക്ക് മാക്സിമം പ്രഷറും കിട്ടും. ഏത് പ്രഷറിലാണ് ടെമ്പറേച്ചർ മാക്സിമം ആകുന്നത് കൂടി കണ്ടെത്താൻ വേണ്ടി പറ്റും. ഹിയർ ഇറ്റ് ഈസ്. ഇനി എന്ത് ചെയ്താൽ മതി എന്നറിയോ? എനിക്ക് മാക്സിമം ടെമ്പറേച്ചർ അല്ലേ വേണ്ടത്. ഈ വിയുടെ വാല്യൂ എപ്പോഴാണ് വി ഇത്രയാകുമ്പോഴാണ് ടി മാക്സിമം എങ്കിൽ ഈ വോളിയത്തിൻ്റെ വാല്യൂ ഈ ഇക്വേഷനായി വിക്ക് കൊടുത്താൽ എനിക്ക് ടി മാക്സിമം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടി മാക്സിമത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് കണ്ടുപിടിച്ച 25 P0V0/8R എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആവും. സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ടി കിട്ടി, ടി മാക്സിമം ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, then അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിക്ക് ഒരു വാല്യൂ കിട്ടി. ആ വിയുടെ വാല്യൂ ഇവിടെ തന്നെ കൊടുത്താൽ ടി മാക്സിമം കിട്ടും. അതാണ് സ്റ്റെപ്സ്. അപ്പോൾ എനിക്ക് മാക്സിമം ടെമ്പറേച്ചർ കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്. എ തെർമോഡൈനാമിക് സൈക്കിൾ XYZX is shown on the VT diagram. The PV diagram that best described by this cycle is. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. അനലൈസ് ചെയ്യണം. അപ്പോൾ ഗ്രാഫിനെ അനലൈസ് ചെയ്യാൻ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവിടെ തന്നിരിക്കുന്ന 3 പ്രോസസ്സുകൾ എന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. YZ. വൈയിലും ഇസഡിൻ്റെയും പ്രത്യേകത വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഐസോകോറിക് വോളിയം കോൺസ്റ്റൻ്റ്. ZX നോക്കിയേ, ഐസോതെർമൽ. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്. XY നോക്കിയേ, V പ്രപ്പോർഷണൽ ടു T അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. V പ്രപ്പോർഷണൽ ടു T കിട്ടണമെങ്കിൽ ഐസോബാറിക്. പ്രോസസ്സുകൾ കിട്ടി ഐസോബാറിക്. മാത്രം പോരാ, അപ്പോൾ ഷേപ്പ് കിട്ടും. പക്ഷേ ഡിറക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങോട്ടൊക്കെയാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് പി വി ഗ്രാഫാണ് വേണ്ടത്. അപ്പോൾ പി വി ഗ്രാഫിൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ ഞാൻ പി വി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിക്കോ. പി വി ഗ്രാഫ് ഒരു ഐസോബാറിക്, ഒരു ഐസോകോറിക്, അതിന് ഒരു ഐസോതെർമൽ അല്ലേ, ഒരു ഐസോതെർമൽ. പക്ഷെ എന്തായാലും ഇപ്പോൾ ഗ്രാഫ് ഒരു കർവ്ഡ് വരും. ഇതെന്തായാലും വരില്ല, കാരണം പി വി ഗ്രാഫിൻ്റെ ഐസോതെർമൽ ഇതാണ്. ഇനി ഈ രണ്ടെണ്ണത്തിൽ വേണം ശ്രദ്ധിക്കാം. ഐസോതെർമലിൽ വോളിയം കുറയുവാണ്. ഐസോതെർമൽ ഇതാണ്, ഇവിടെ വോളിയം കുറയുവാണ്. ഐസോതെർമൽ Z/X ആണ് പ്രോസസ്സ്. ഇപ്പോൾ വോളിയം കുറയുന്ന മീൻസ് ഇവിടെ വോളിയം കുറയുന്ന ഗ്രാഫ് ഇതാണോ നോക്കണം. ഇവിടെ X/Y അല്ല, Z/X ആണ് വേണ്ടത്. Z/X വരുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും ആൻസർ 4th 1 ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. മനസ്സിലായി ഞാൻ പറഞ്ഞേ. കാരണം ഐസോതെർമലിൻ്റെ പി വി ഗ്രാഫ് കർവ്ഡ് ആണ്. ഇതിലും കർവ്ഡ് ഇല്ല. പിന്നെ കർവ്ഡ് ഉള്ളത് ഈ രണ്ടെണ്ണത്തിലും മാത്രമാണ്. പക്ഷെ കർവ്ഡ് വരയ്ക്കുമ്പോൾ Z/X വോളിയം കുറയുവാണ്. വോളിയം കുറയുമ്പം അതാരാണ്? കംപ്രഷനാണ്. ഇത് എക്സ്പാൻഷനാണ്, X/Y. മാത്രമല്ല Z/X അല്ല ഐസോതെർമൽ, ഇത് X/Y ആണ് ഐസോതെർമൽ. അതല്ല, എന്തായാലും ഇതാണ് Z/X കംപ്രഷൻ. ആൻഡ് X/Y നോക്കുക, X-ന്ന് വൈയിലേക്ക് ഇതാ ഇങ്ങനെയാണ് X/Y. ഇവിടെ വോളിയം കൂടുവാണ്. അപ്പോൾ വോളിയം കൂടണം, പ്രഷർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ X/Y. ദെൻ Y/Z വോളിയം കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കുറയണം. വോളിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയണം. അപ്പോൾ Y/Z പ്രഷർ കുറയണം താഴേക്ക്. അപ്പോൾ 4th 1 വരും. അപ്പോൾ ഓരോ പ്രോസസ്സിനെ അനലൈസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 16. യെസ്, ഫൈൻ. The amount of heat needed to rise the temperature of 4 moles of rigid diatomic gas from 0 to 50 when no work is done എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യമേ പറയുന്നുണ്ട് വർക്ക് ഡൺ ഇല്ല. അപ്പോൾ തന്നെ ΔQ
ഡെൽറ്റ യുവിനോട് ഈക്വലായി. കാരണം ഇങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റുകൾ വരുമ്പോൾ അതിന് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ മനസ്സിലാക്കി വെക്കുക. വർക്ക് ഡൺ ഇല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ഡെൽറ്റ യു എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. ഫൈൻ. എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 4 moles ഓഫ് റിജിഡ് ഡയറ്റോമിക് ഗ്യാസ് ഫ്രം 0 to 50. ഡയറ്റോമിക് ഗ്യാസ്. ഉടനെ ഡെൽറ്റ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഡെൽറ്റ യുവിനോട് ഈക്വലായി. അതപ്പോൾ NCV ഡെൽറ്റ ടി ആണ്. കാരണം ഡെൽറ്റ യു ഫോർ എനി പ്രോസസ് വി ഹാവ് ടു ബി യൂസ് ദ ഇക്വേഷൻ ആസ് NCV ഡെൽറ്റ ടി. ഇവിടെ N4 ഡയറ്റോമിക് റിജിഡ് ഡയറ്റോമിക് ആണ്, ശരിയല്ലേ? ഡയറ്റോമിൻ്റെ കേസിൽ 5R/2 അതാണ് CVയുടെ വാല്യൂ, 5R/2. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫ്രം 0 to 50 ദാറ്റ്സ് ഈക്വൽ ടു 50 വരും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 50 വരും. അപ്പോൾ 4 into 5R/2 into 50 എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറും. അപ്പോൾ ആൻസർ 450 500R വരും അല്ലേ? 500R വരും. ഇതാണ് ആൻസർ. ഇപ്പോൾ ഈ പ്രോസസ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ തന്നെയാണ് ഓർക്കേണ്ടത്. അതായത് ഈ ഡെൽറ്റ ക്യൂ NCP ഡെൽറ്റ ടി. അപ്പോൾ ഈ 4 പ്രോസസ്സിൽ വേണം നമുക്കത് പറയാം. അത് വേണമെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒന്ന്, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റ് ആവും. പിന്നെ ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യുടെ വാല്യൂ 0 ആവും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 0 ആവും. ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഐസോതെർമലിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് മാറും. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കോൺസെപ്റ്റ്. ഡെൽറ്റ യു 0 വരും, ഡെൽറ്റ ക്യൂ ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് മാറും. റെഡി? 2 അഡിയബാറ്റിക്കിൻ്റെ കേസ് വരുമ്പോൾ ഡെൽറ്റ ക്യൂ ആണ് 0. ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആവും. മനസ്സിലായോ? അഡിയബാറ്റിക്കിൻ്റെ കേസിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് മാറും. അതായത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിനെ കംപ്രസ് ചെയ്താൽ വർക്ക് ഡൺ നെഗറ്റീവ്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി പോസിറ്റീവ്, ടെമ്പറേച്ചർ കൂടും. എക്സ്പാൻഡ് ചെയ്താൽ വർക്ക് ഡൺ പോസിറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ് തന്നെ. ഇപ്പോൾ ചേഞ്ച് ഇൻ എനർജി നെഗറ്റീവ് ആവും. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഇത്രേ ഉള്ളൂ കാര്യം അഡിയബാറ്റിക്. പിന്നെ നമുക്കറിയാം ഐസോകോറിക് വരുമ്പം ചേഞ്ച് ഇൻ വോളിയം ആണ് 0. ഇപ്പോൾ വർക്ക് ഡൺ 0 ആവും. അപ്പോൾ അവിടെ ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു ആയിട്ട് മാറും. ഇതാണ് ഐസോകോറിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മൾ പഠിക്കുന്ന ഓരോ കണ്ടീഷൻസ്, ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് അത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുന്ന വർക്ക് ഡൺ 0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ ഈ പ്രോസസ്സ് ഐസോകോറിക്കാണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു ആയിട്ട് മാറി. അപ്പോൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 17. നോക്കിയേ. In 5 minutes, a body cools from 75 to 65 degree at a room temperature of 25 degrees Celsius. The temperature of body at the end of next 5 minutes ആണ് ക്വസ്റ്റ്യൻ. അടുത്ത 5 മിനിറ്റിൽ എവിടെ ടെമ്പറേച്ചർ എത്തും? അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് അല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ അടുത്ത ടെമ്പറേച്ചറിൽ അടുത്ത 5 മിനിറ്റിൽ എവിടേക്ക് ടെമ്പറേച്ചർ എത്തുമെന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ എക്സ്പോണൻഷ്യൻ്റെ ടേമിലോ ലോഗിൻ്റെ ടേമിലോ ഒന്നും അല്ല ആൻസർ ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് DT ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടൈം ഷുഡ് ബി ഈക്വൽ ടു -K ഇൻറ്റു T1 പ്ലസ് T2/2 മൈനസ് T0. T1 നിന്ന് T2യിലേക്കാണ് ടെമ്പറേച്ചർ കുറയുന്നതെങ്കിൽ T0 സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് എങ്കിൽ ഇതാണ് എക്സ്പ്രഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ 5 മിനിറ്റിൽ 75 to 65 ആണ്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് 75 മൈനസ് 65 ഡിവൈഡഡ് ബൈ 5 മിനിറ്റ് ഈക്വൽ ടു -K ഇൻറ്റു ആൻഡ് ആവറേജ്. ദാറ്റ് ഈസ്
75 plus 65 by 2 minus 25 ആണ് റൂം ടെമ്പറേച്ചർ. ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റിൽ എനിക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ 75 minus 65 10 by 5 2 വരും. ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇതിൻ്റെ ആവറേജ് 70 അല്ലേ, മൈനസ് 25. 75 plus 65 by 2 and average 70 minus 25 വരും. That is 2 is equal to minus k into 45, isn't it? 45 വരും. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. മൈനസ് കെ ഇൻറ്റു 45 വരും. ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി അറ്റ് ദി എൻഡ് ഓഫ് ദി നെക്സ്റ്റ് 5 സെക്കൻഡ് ആണ്, 5 മിനിറ്റ് ആണ്. അടുത്ത 5 മിനിറ്റിലാണ്. ഇപ്പോൾ ഓൾറെഡി ആദ്യത്തെ 5 മിനിറ്റിൽ 75 to 65 ആയി. അപ്പോൾ അടുത്ത 5 മിനിറ്റിൽ 65 നിന്ന് എവിടെ എത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 65 മൈനസ് ടി ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് 5 മിനിറ്റ് 5 is equal to minus k into 65 plus t by 2 minus 25. Here is the expression. Clear? That's it. 65 minus t by 5 is equal to, from the first one, ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാകും? മൈനസ് കെയുടെ വാല്യൂ 2 by 45 അല്ലേ. ഇപ്പോൾ 2 divided by 45 into 65 plus t by 2 minus 25. That's it. ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഇതൊരൊറ്റ അൺനോണേ ഉള്ളൂ ടി, ശരിയല്ലേ? അവിടെ ടി മാത്രമേ, ഒരൊറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സോൾവ് ചെയ്ത് ടി കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പ്രഷൻസ് കിട്ടും. അപ്പോൾ ന്യൂട്ടൺസ് ലോ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായിട്ട് വരും, അത് ഓർത്ത് വെച്ചേക്കണം. ദാറ്റ് ഈസ് 57 എങ്ങാനും ആൻസർ വരും. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദാറ്റ് ഈസ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. The rate of fall of heat, അല്ലെങ്കിൽ rate of cooling, is directly proportional to temperature difference between the body with the surroundings. അല്ലെങ്കിൽ the rate of fall in temperature, ആക്ച്വലി ഇവിടെ വേണമെങ്കിൽ മൈനസ് ഇടാം, കുറയുവാണ്, proportional to temperature difference between the body with the surroundings. When the temperature difference between the body and the surrounding is not ലാർജ് എന്ന് പഠിച്ചിട്ടുണ്ട്. വളരെ വലിയ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ന്യൂട്ടൺസ് ലോ വാലിഡ് അല്ല. ഇതൊരു അപ്രോക്സിമേഷൻ മെത്തേഡ് ഓഫ് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ ആണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് റിലേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിന്ന് മറ്റൊരു ടെമ്പറേച്ചറിലേക്ക് എത്ര ടൈം എടുക്കുന്നൊക്കെ എക്സ്പ്രഷൻസ് വരുമ്പോൾ ഈ റിലേഷൻസിൽ കൊടുത്തിട്ടങ്ങ് സോൾവ് ചെയ്തെടുത്താൽ മതി. ക്ലിയർ? ഫൈൻ. Next one. Yes, question number 18th. If a thermometer reads freezing point of water at 20 degrees Celsius and boiling point is 150 degrees Celsius, how much thermometer read when the actual temperature is 60 എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തെർമോമീറ്റർ അല്ലേ റിലേഷൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു തെർമോമീറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ഫിക്സ്ഡ് പോയിൻറ്റ്സ് ആണ്. ലോവർ ഫിക്സ്ഡ് പോയിൻറ്റും അപ്പർ ഫിക്സ്ഡ് പോയിൻറ്റും നമ്മൾ ഫിക്സ് ചെയ്യണം. കാരണം നമുക്ക് എങ്കിലേ ഈ പറയുന്ന ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തെർമോമീറ്റേഴ്സിൽ ജനറലൈസ്ഡ് ചെയ്തിട്ട് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ലോവർ ഫിക്സ്ഡ് പോയിൻറ്റ് ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് വാട്ടറാണ്, അത് 0 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. എന്നാൽ മോഡേൺ തെർമോമീറ്ററിൽ നമ്മൾ എടുക്കുന്നത് ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ട് അബ്സൊല്യൂട്ട് 0യും അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ട് ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് വാട്ടറുമാണ്, ട്രിപ്പിൾ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. കാരണം ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ്, പ്രഷർ മാറുമ്പോൾ മാറും. എന്നാൽ അബ്സൊല്യൂട്ട് 0യും ട്രിപ്പിൾ പോയിൻറ്റും കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ എറേഴ്സ് മറികടക്കാനാണ് മോഡേൺ തെർമോമീറ്ററിൽ നമ്മൾ ട്രിപ്പിൾ പോയിൻറ്റും അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ടും ഈ പറയുന്ന ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ട് അബ്സൊല്യൂട്ട് 0 എടുക്കാനുള്ള റീസൺ. അപ്പോൾ ഇവിടെ തെർമോമീറ്ററിൻ്റെ കേസിൽ തെർമോമീറ്റർ സ്കെയിലുകൾ തമ്മിൽ റിലേഷൻസ് ആദ്യം ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് റീഡിംഗ് ഓഫ് ഫസ്റ്റ് തെർമോമീറ്റർ മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് മൈനസ്
അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ഓഫ് എൻ അനദർ തെർമോമീറ്റർ, സെക്കൻഡ് തെർമോമീറ്റർ, മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് എടുത്താൽ മതി. ഇതാണ് ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് ടെമ്പറേച്ചർ സ്കെയിലുകളെയും പരസ്പരം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്, നമുക്കറിയാം. അവിടെ നമ്മൾ ജനറലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് തെർമോമീറ്റർ റീഡ്സ് ഫ്രീസിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ആണ് തന്നിരിക്കുന്നത്. അപ്പം ആ തെർമോമീറ്ററിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. അതായത് അവിടെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് എടുക്കുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും അവിടെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറുമാണ്. അപ്പോൾ ആ ലോവർ ഫിക്സ്ഡും ആ അപ്പർ ഫിക്സ്ഡും വെച്ചിട്ട് നമ്മളെല്ലാ ഡിഗ്രി സെൽഷ്യസിനെയും ഫാരൻഹീറ്റിനെയും കെൽവിൻ സ്കെയിലിനെയും റിലേറ്റ് ചെയ്താൽ നമുക്കറിയാവുന്ന റിലേഷനുണ്ട്. T degree Celsius minus 0 അല്ലേ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 100 ഡിഗ്രി മൈനസ് 0 ഇസ് ഈക്വൽ ടു ഫാരൻഹീറ്റിലെ സ്കെയില് മൈനസ് അതിൻ്റെ ലോവർ 32 ആണ് ബൈ ഫാരൻഹീറ്റിലെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് മൈനസ് 32 ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 273.15 ആണ് ഡിവൈഡഡ് ബൈ and upper fixed point 373.15 minus lower fixed point 273.15 ആണ് ഈക്വൽ ടു ഏത് തെർമോമീറ്റർ എടുത്താലും റീഡിംഗ് ഓഫ് ദ തെർമോമീറ്റർ മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അൺനോൺ തെർമോമീറ്ററിൻ്റെ ലോവറും അപ്പറും എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ആയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അത് LFP ഫ്രീസിംഗ് പോയിൻ്റ്, UFP ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ആണെങ്കിൽ അത് നമുക്ക് ഈ 3 പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഈസി അല്ലേ? കാരണം ഇവിടെ പറയുന്നത് ആക്ച്വൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലല്ലേ. ഇത് നമുക്കിതൊരു അറിയാത്തതാണ്. നമുക്ക് അറിയാവുന്ന ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് 0 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻ്റ് 100 അല്ലേ. ഇത് ഏതോ ഒരു ടെമ്പറേച്ചർ സ്കെയിൽ, അൺനോൺ ടെമ്പറേച്ചർ സ്കെയിലാണ്. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ അൺനോൺ ആയിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ T ഡിഗ്രി സെൽഷ്യസ് ബൈ 100 എന്ന് പറയുന്നത് T അൺനോൺ മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് മൈനസ് അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് എടുത്താൽ മതി. ഇപ്പോൾ T ഡിഗ്രി സെൽഷ്യസ് നോക്കിക്കേ, ആക്ച്വലി 60 ആകുമ്പോൾ എന്നാണ്. അപ്പോൾ T ഡിഗ്രി സെൽഷ്യസ് 60 ബൈ 100 ഈക്വൽ ടു റീഡിംഗ് ഓഫ് ദ ഫോൾട്ടി തെർമോമീറ്റർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് 20 ഡിവൈഡഡ് ബൈ അതിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് 150 മൈനസ് 20 എന്ന് വരും. ഇത് സോൾവ് ചെയ്തിട്ട് TR കണ്ടുപിടിച്ചാൽ 60 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടും. നമുക്ക് 98 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. റെഡി. ഇങ്ങനെയാണ് നമുക്ക് റിലേഷൻസ്, ടെമ്പറേച്ചർ സ്കെയിൽസിൻ്റെ റിലേഷൻസ് വരുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ യെസ് 19th. 10 gram of ice at 0 degree Celsius is added to 100 gram of water at 30 degrees Celsius ആണ്. When the system reaches the equilibrium, what is the final temperature of the system and the mass of ice remaining എന്നാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? നോക്കാം. ഇവിടെ മിക്സിംഗ് ആണ്. അപ്പോൾ മിക്സിൻ്റെ കേസിൽ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് നമുക്കറിയാം. When two materials of different temperatures are mixed together, the heat energy will transfer between them until their temperatures become same. അല്ലേ? ടെമ്പറേച്ചർ സെയിം ആകുന്നവർ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഹീറ്റ് ലോസ് ബൈ ഹയർ ടെമ്പറേച്ചർ ബോഡി അല്ലേ. ഹയർ ടെമ്പറേച്ചർ ബോഡി is equal to heat gained by ലോവർ ടെമ്പറേച്ചർ ബോഡിയാണ്.
heat loss by the high temperature body is equal to heat gained by the lower temperature body എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. രണ്ട് ബോഡി മിക്സ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. പക്ഷെ ഇവിടെ ഇക്വേഷൻസ് ഒക്കെ ഓക്കെയാണ്, ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ബോഡികൾ ഒരേ ഫേസിലായിരിക്കണം. അതായത് ഫേസ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഈ ഫേസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം നിർബന്ധം ഇല്ല. അപ്പോൾ ഹീറ്റ് ലോസ് ബൈ ഹൈ ടെമ്പറേച്ചർ ബോഡി ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദ ലോവർ ടെമ്പറേച്ചർ ബോഡി എന്ന് എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോളണം, ഫേസ് ചേഞ്ച് ഇല്ലാത്ത കൺസെപ്റ്റുകളിൽ ഒരേ ഫേസ്, ഇപ്പോൾ ലിക്വിഡ് മിക്സ് ചെയ്യുന്നു, നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഫേസ് ചേഞ്ച് വരുമ്പോൾ മിക്സിങ്ങിൽ രണ്ട് ഫേസിലുള്ള സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി അത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതൊന്ന് മനസ്സിൽ വെക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുന്ന ആരൊക്കെയാണ് ശ്രദ്ധിച്ചോളണം. 100 gram വാട്ടർ അറ്റ് 30 degrees Celsius പ്ലസ് 100 gram ഐസ് അറ്റ് 0 degrees Celsius ആണ്. ഇത് രണ്ടുമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടറും ഐസും മിക്സ് ചെയ്യുന്നു, ശരിയല്ലേ? വാട്ടറും ഐസും മിക്സ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഫേസാണ്. അപ്പോൾ അവിടെ ഫേസ് ചേഞ്ച് ഉണ്ട് എങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഹീറ്റ് ലോസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ എഴുതാൻ പാടില്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ രണ്ടിൻ്റെ ഇടയിൽ, വാട്ടർ ആൻഡ് ഐസിൻ്റെ ഇടയിൽ ഞാൻ റെഫറൻസ് പോയിൻ്റ് എടുക്കുവാണ്. ആ റെഫറൻസ് പോയിൻ്റായിട്ട് ഞാൻ എടുക്കുന്നത് 0 degrees Celsius വാട്ടറാണ്. ഞാൻ 0 degrees Celsius വാട്ടറിനെ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ 100 gram വാട്ടർ അറ്റ് 30 ഡിഗ്രിയെ ഞാൻ 0 degree വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ 30 degree ഉള്ള വാട്ടറിനെ 0 degree വാട്ടർ ആക്കണമെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഹീറ്റ് ടേക്കണാണ് ഞാൻ എടുക്കണം. അപ്പം ഞാൻ എടുക്കേണ്ട ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് MS ഡെൽറ്റ ടി അല്ലേ. എത്രയാ? 100. വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി 1 × 30 ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. MS ഡെൽറ്റ ടി ദാറ്റ് ഈസ് 3000 കലോറിയാണ്. 3000 കലോറി വരും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 3000 കാലറി ഹീറ്റ് വാങ്ങി എൻ്റെ പോക്കറ്റിൽ വെച്ച് ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ 0 degree വാട്ടർ പ്ലസ് 3000 കാലറി എൻ്റെ കയ്യിലുണ്ട്. ഇനി 100 gram ഐസ് അറ്റ് 0 degree വാട്ടർ ആക്കണമെങ്കിൽ ഞാൻ അയാൾക്ക് ഹീറ്റ് കൊടുക്കണം. ഞാൻ കൊടുക്കേണ്ട ഹീറ്റിൻ്റെ എമൗണ്ട് MLF അല്ലേ, അതായത് 100 × LF 80 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 8000 കാലോറി വരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങി വെച്ചത് 3000 ആണ്. പക്ഷേ എല്ലാ ഐസിനെയും മെൽറ്റ് ചെയ്യിക്കണമെങ്കിൽ എനിക്ക് 8000 വേണം. എനിക്ക് കൊടുക്കാൻ 3000 ഉള്ളൂ. മൊത്തം ഐസിനെ മാറ്റാൻ 8000 വേണം. എല്ലാ ഐസിനെയും മെൽറ്റ് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം ആവശ്യമുള്ളത് 8000 ആണ്, എനിക്ക് കൊടുക്കാൻ 3000 ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ഐസ് വിൽ നോട്ട് മെൽറ്റ് ആണ്. എല്ലാ ഐസും മെൽറ്റ് ചെയ്യില്ല എങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ 0 degree തന്നെ ആയിരിക്കും. കാരണം കുറച്ച് ഐസ് മെൽറ്റ് ചെയ്യും, എന്നാൽ എല്ലാ ഐസും മെൽറ്റ് ചെയ്യില്ല. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ 0 degree ആയിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആരുണ്ടെന്നറിയോ? 3000 കൊടുക്കാനുള്ളൂ. എല്ലാ ഐസും മെൽറ്റ് ചെയ്യാത്ത ടെമ്പറേച്ചർ ഇത്രയായി. പക്ഷേ എല്ലാ ഐസും മെൽറ്റ് ചെയ്യില്ല എന്നേ പറഞ്ഞല്ലോ, കുറച്ച് ഐസ് മെൽറ്റ് ചെയ്യും. എത്ര ഐസ് മെൽറ്റ് ചെയ്യും? അതാണ് ഇനി മാസ് ഓഫ് ഐസ് മെൽറ്റ് ഇസ് ഈക്വൽ ടു ഞാൻ കൊടുക്കുന്ന എനർജി 3000 അല്ലേ ബൈ 80 Q/LF ആണ്. അപ്പോൾ എത്ര ഐസ് മെൽറ്റ് ചെയ്യും? 3000 കൊടുക്കുന്നു, 80 ആണ് LF, ദാറ്റ്സ് ഈക്വൽ ടു 300/8. ശരിയല്ലേ? 300/8 വേണമെങ്കിൽ അത് 150/4, 75/2, ദാറ്റ് ഈസ് 37.5 gram. അപ്പോൾ 37.5 gram ഐസ് മെൽറ്റ് ചെയ്യും. 100 gram ഐസാണ് ഉള്ളത്. ആ ഹീറ്റ് കൊടുക്കുമ്പോൾ 37.5 gram ഐസ് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തു. ബാക്കി റിമൈനിങ് ഐസ് എത്ര എന്നല്ലേ ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിമൈനിങ് ഐസിൻ്റെ എമൗണ്ട് 100 - 37.5 അല്ലേ, 62.5 gram വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഫൈനലി എല്ലാ ഐസും മെൽറ്റ് ചെയ്യില്ല. അപ്പോൾ ഫൈനൽ മിക്സ്ചറിൽ
62.5 ഗ്രാം ഐസ് ഉണ്ടാകും. 37.5 മെൽറ്റ് ചെയ്ത് വാട്ടർ ആയില്ല. അപ്പോൾ മൊത്തം 137.5 ഗ്രാം വാട്ടറും ഉണ്ടാവും. കാരണം ഇവിടെ ഒരു 100 ഗ്രാം വാട്ടർ ഉണ്ട്, ഇതിൽ മെൽറ്റ് ചെയ്ത് 37.5 ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 137.5 ഗ്രാം വാട്ടർ ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഫൈനൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി കിട്ടി, റിമൈനിങ് ഐസ് 62.5 വരും. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പം ഡിഫറൻറ്റ് ഫേസിലുള്ള സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നോക്കുക. പക്ഷെ എപ്പോഴും 0 ഡിഗ്രി എടുക്കരുത്. ഇപ്പോൾ ഇവിടെ വാട്ടറും സ്റ്റീമും ആണ് മിക്സ് ചെയ്യുന്നതെങ്കിലോ, വാട്ടറും സ്റ്റീമും മിക്സ് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള റെഫറൻസ് എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് 100 ഡിഗ്രിയിലുള്ള വാട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വാട്ടറും ഐസും ആയതുകൊണ്ടാണ് ഞാൻ 0 ഡിഗ്രി എടുത്തത്. അപ്പോൾ റെഫറൻസ് പോയിന്റ് ഏതെങ്കിലും എടുത്തിട്ട് ഇതിനനുസരിച്ച് ഇതേ കോൺസെപ്റ്റിൽ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ S20. The emissive power of a black body at temperature 300 Kelvin is 100 watt per meter square. Consider a body B of area 10 meters square, coefficient of reflectivity 0.3, coefficient of transmission 0.5 and temperature is 300 Kelvin. Then ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആവശ്യമുള്ള 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന് A plus R plus T is equal to 1 ആണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. A അബ്സോർപ്റ്റീവ് പവർ, R റിഫ്ലക്റ്റൻസ്, T ട്രാൻസ്മിറ്റൻസ്. അപ്പോൾ A പ്ലസ് R പ്ലസ് ടിയുടെ വാല്യൂ 1. ഇതാണ് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടുന്ന് മനസ്സിലായി എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0.3 ആണ്. 0.3. ടിയുടെ വാല്യൂ 0.5. അപ്പോൾ എയുടെ വാല്യൂ 0.2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അത് കിട്ടി. അത് കാണാനാണ് ആദ്യത്തെ എക്സ്പ്രഷൻ. അതൊന്ന് ഓർത്ത് വെക്കുക. ഫൈൻ. പിന്നെ നമുക്ക് കൺസെപ്റ്റിലുള്ളത് എമിസീവ് പവറാണ്. അത് 2 ഇക്വേഷൻസ് നോക്കിക്കോ. എമിസീവ് പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ ടൈം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതാണ് എമിസീവ് പവറിൻ്റെ എക്സ്പ്രഷൻ. 2, എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് സിഗ്മ T⁴ ആണ്. എമിസീവ് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് സിഗ്മ T⁴ ആണ്. മനസ്സിലായോ? പിന്നെ എമിസീവ് പവർ ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് ദി ബ്ലാക്ക് ബോഡി. എമിസീവ് പവർ ഓഫ് ദ ബോഡി ബൈ എമിസീവ് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എമിസിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് എമിറ്റൻസ് ആണ്. അപ്പോൾ എമിസീവ് പവർ ഓഫ് എ ബോഡി ടു ദ എമിസീവ് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡി, ഐ റിപ്പീറ്റ്, ആൻഡ് ദ സെയിം ടെമ്പറേച്ചർ ആവണേ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരു ബോഡിയുടെ എമിസീവ് പവറും ബ്ലാക്ക് ബോഡി അതേ ടെമ്പറേച്ചറുള്ള എമിസീവ് പവറിൻ്റെ റേഷ്യോ ആണ് ഇ. എമിസിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് എമിറ്റൻസ് എന്ന് വിളിക്കും. അതാണ് ഇ. ഒരേ ടെമ്പറേച്ചറിൽ ഇ കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു ബോഡിയുടെ എമിസീവ് പവർ കാണാൻ എമിസിവിറ്റി ഇൻറ്റു എമിസീവ് പവർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് മറ്റൊരു എക്സ്പ്രഷൻസ്. അത് ഓർത്ത് വെച്ചേക്കുക. റെഡി. പിന്നെ ഓർക്കേണ്ട കാര്യം ക്രിച്ചോഫ്സ് ലോ ആണ്. അത് എമിസീവ് പവർ ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ എമിസീവ് പവർ ടു ദി അയാളുടെ തന്നെ അബ്സോർപ്റ്റീവ് പവർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതേ ടെമ്പറേച്ചറിലുള്ള ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറിനോട് ഈക്വൽ ആണ്. ഇതാണ് ക്രിച്ചോഫ്സ് ലോ. ഒരു ബോഡിയുടെ എമിസീവ് പവർ ടു ദ അബ്സോർപ്റ്റീവ് പവർ റേഷ്യോ അതേ ടെമ്പറേച്ചറുള്ള ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ക്രിച്ചോഫ്സ് ലോ. അപ്പോൾ ആ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കേ, ഇ ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ EBB ചെയ്താൽ ഇവിടെ എ ഓഫ് ദ ബോഡി, അബ്സോർപ്റ്റീവ് പവർ ഓഫ് ദ ബോഡി, അത് തന്നെയാണ് ഇയുടെ വാല്യൂ. അപ്പോൾ ക്രിച്ചോഫ്സ് ലോ സിംപ്ലി പറയാൻ പോകുന്ന കാര്യം എമിസിവിറ്റിയും അബ്സോർപ്റ്റീവ് പവറും സെയിം ആണ്. ഇ ഈസ് ഈക്വൽ ടു എ. അതുകൊണ്ടാണ് ഗുഡ് അബ്സോർബർ ഈസ് എ ഗുഡ് എമിറ്റർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി കിട്ടി. ഇവിടെ എ 0.2 കിട്ടിയല്ലോ. അപ്പോൾ ഇയുടെ വാല്യൂവും 0.2 ആയിരിക്കും. റിലേറ്റീവ് എമിറ്റൻസ് അല്ലെങ്കിൽ എമിസിവിറ്റിയുടെ വാല്യൂ 0.2. അതാണ് ക്രിച്ചോഫ്സ് ലോൻ്റെ കോൺസെപ്റ്റ്. ഈസ് ഈക്വൽ ടു എ.
തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് ആ റേഡിയേഷൻ്റെ ഐഡിയസിലൊന്ന് ഓർത്ത് വെച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എമിസീവ് പവർ ഓഫ് ബി ചോദിച്ചിട്ടുണ്ട്. ബിയുടെ എമിസീവ് പവർ ഇവിടെ നോക്കിയാൽ മതി. എമിസീവ് പവർ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എമിസിവിറ്റി 0.2 അല്ലേ, ഇൻറ്റു അതേ ടെമ്പറേച്ചർ 300 ഇവിടെയും 300 ആണ്. അതേ ടെമ്പറേച്ചറിൽ ബ്ലാക്ക് ബോഡിക്ക് 100 അല്ലേ, ഇൻറ്റു 100 ഈക്വൽ ടു 20 വാട്ട് പെർ മീറ്റർ സ്ക്വയർ വരും. 20 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഇത് ശരിയാണ്, ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ എമിസീവ് പവർ ഓഫ് ബി ഈസ് 200 തെറ്റാണ്. ഓൾറെഡി ഡയറക്റ്റ്ലി തന്നെ ആദ്യമേ നമുക്ക് ആൻസർ കിട്ടി, ബി ആണ്. എമിസീവ് പവർ ഓഫ് ബി 200 അല്ല 20 ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ ശരിയായി. ഓക്കെ, എമിസിവിറ്റി ഓഫ് ബി 0.2 അത് കിട്ടി, 0.2 ആണ്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ദ പവർ എമിറ്റഡ് ബൈ ബി 200 വാട്ട്. പവർ എമിറ്റഡ് ആണ്. എമിസീവ് പവർ ആരാ? Q/AT. Q/T അല്ലേ പവർ. ഇപ്പോൾ പവർ എമിറ്റഡ് ചോദിച്ചാൽ, പവർ എമിറ്റഡ് ബൈ ദി ബോഡി ചോദിച്ചാൽ അത് ഏരിയ ഇൻറ്റു എമിസീവ് പവർ ഓഫ് ദ ബോഡി ചെയ്താൽ മതി. കാരണം Q/T ആണ് പവർ. പവർ ചോദിച്ചാൽ E ഇൻറ്റു എ ആണ്. ഇപ്പം എമിസീവ് പവർ ഇൻറ്റു ഏരിയ ആണ്. എമിസീവ് പവർ എത്ര കിട്ടിയിട്ടുണ്ട്? 20. ഏരിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 ആണ്. അപ്പം അത് 200 വാട്ട് എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതും ശരിയാണ്. ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് വൺ ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് വൺ നമ്മുടെ ആൻസറായിട്ട് വരും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ തെർമോഡൈനാമിക്സ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ റീജിയനിലും ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് തെർമൽ എക്സ്പാൻഷൻ എടുക്കുമ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. തെർമോമെട്രിയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, കണ്ടക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും റേഡിയേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ലീനിയർ എക്സ്പാൻഷൻ, തെർമോമെട്രിക് റിലേഷൻസ്, ദെൻ എക്സ്പാൻഷൻസ്, കണ്ടക്ഷന്, റേഡിയേഷൻസ്. പിന്നെ കൈനറ്റിക് തിയറി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. മീൻ ഫ്രീ പാത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ ഫ്രീ പാത്ത് പ്രഷറിൻ്റെ കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു. പിന്നെ തെർമോഡൈനാമിക്സിലേക്ക് പോയപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.